ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗ്രേഡ് 8-ലെ റേഷണൽ നമ്പേഴ്സ് എന്ന ചാപ്റ്ററായിട്ടാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്പേഴ്സിനെ കുറിച്ചൊക്കെ കുറേ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഗ്രേഡ് 7-ലും ആണ് നമ്മൾ ആദ്യമായിട്ട് ഇൻറ്റിജേഴ്സിനെ കുറിച്ച് പഠിച്ചത്. പോസിറ്റീവ് നമ്പേഴ്സ്, നെഗറ്റീവ് നമ്പേഴ്സ് അങ്ങനെയൊക്കെ പഠിച്ചു അല്ലേ. അപ്പോൾ ഇനി നമ്മൾ ഗ്രേഡ് 8-ൽ പഠിക്കാൻ പോകുന്നത് റേഷണൽ നമ്പേഴ്സാണ്. എന്താണ് റേഷണൽ നമ്പേഴ്സ് എന്ന് നോക്കാം നമുക്ക്. അതിന് മുന്നായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച നാച്ചുറൽ നമ്പേഴ്സും പിന്നെ ഹോൾ നമ്പേഴ്സും ഇൻറ്റിജേഴ്സും ഒക്കെ ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞാലോ. അതായത് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ കൗണ്ടിങ് നമ്പേഴ്സ് 1 2 3 4 5 അങ്ങനെ തുടങ്ങുന്ന എല്ലാ നമ്പേഴ്സും നാച്ചുറൽ നമ്പേഴ്സാണ്. പിന്നെ നമുക്ക് ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഉണ്ട്, അതിൻ്റെ കൂടെ സീറോയും കൂടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് 0 1 2 3 4 5 അങ്ങനെ വരുന്ന നമ്പേഴ്സിനെ ഹോൾ നമ്പേഴ്സ് എന്ന് പറയാം. ഇനി അടുത്തത് ഇൻറ്റിജേഴ്സ് ആണ്. ഇൻറ്റിജേഴ്സ് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മൾ ഗ്രേഡ് 7-ലൊക്കെ ഇൻറ്റിജേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ആൻസർ ചെയ്ത് പഠിച്ചവരാണ്. എന്നാലും നമുക്കൊന്നുകൂടെ പറയാം. ഇൻറ്റിജേഴ്സ് എന്ന് വെച്ചാൽ 0 മുതൽ ഇങ്ങോട്ടുള്ള 1 2 3 അങ്ങനെയുള്ള എല്ലാ പോസിറ്റീവ് നമ്പേഴ്സും, അതുപോലെ തന്നെ 0യുടെ മുന്നേ ഉള്ള എല്ലാ നെഗറ്റീവ് നമ്പേഴ്സും, ഇതെല്ലാം ഇൻറ്റിജേഴ്സാണ്. 0 മുതൽ അങ്ങോട്ടുള്ള പോസിറ്റീവ് നമ്പേഴ്സ് എല്ലാതുകൊണ്ട്, നെഗറ്റീവ് നമ്പേഴ്സ് എല്ലാതുകൊണ്ട്, അതിൻ്റെ കൂടെ 0 കൂടെ ഉണ്ട്. ഇതാണ് ഹോൾ നമ്പേഴ്സ്. ഇതെല്ലാം നമ്മൾ കൂടുതലായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഇനി ഈ ചാപ്റ്ററിൽ നമ്മൾ പുതുതായിട്ട് കാണാൻ പോകുന്ന ആളാണ് റേഷണൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ എല്ലാ നമ്പേഴ്സും, എല്ലാ ഇൻറ്റിജേഴ്സും, അതായത് നമ്മളെ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്, നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് ഇൻക്ലൂഡിങ് 0 എല്ലാതും നമുക്ക് എന്താണെന്ന് പറയാം, റേഷണൽ നമ്പേഴ്സാണ്. അതിൻ്റെ കൂടെ തന്നെ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതിൽ ഇൻറ്റിജേഴ്സ് അല്ല എന്ന് പറഞ്ഞിരുന്നു. ചില ഫ്രാക്ഷൻസും ഡെസിമൽസും എല്ലാതും ഇൻറ്റിജേഴ്സ് അല്ല എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ നമ്മൾ പറയുന്നു എല്ലാ ഫ്രാക്ഷൻസും റേഷണൽ നമ്പറാണ്. എല്ലാ ഫ്രാക്ഷനായിട്ട് എഴുതാൻ പറ്റുന്ന, അതായത് P/Q എന്ന ഫോമിൽ എഴുതാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സും റേഷണൽ നമ്പറാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതേ ഇപ്പോൾ 2/3 ഇതൊരു റേഷണൽ നമ്പറാണോ? ആണ്. 2/3 എന്ന് പറയുമ്പോൾ ഇവിടെ P/Q ഫോമിലല്ലേ കിടക്കുന്നത്. ഇവിടെ നമുക്ക് ആകെ കൂടെ ഒരു റൂള് മാത്രമേ ഉള്ളൂ, വേർ Q ഈസ് നോട്ട് ഈക്വൽസ് ടു 0. Q 0 ആവാൻ പാടില്ല. ബാക്കി ഏത് ഡിനോമിനേറ്റർ വന്നു കഴിഞ്ഞാലും റേഷണൽ നമ്പേഴ്സാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അതിൻ്റെ 1/2 റേഷണൽ നമ്പറാണോ? ആണോ അല്ലേ. 5/7 റേഷണൽ നമ്പറാണോ? ആണ്. ഏത് വലിയ നമ്പർ എഴുതിയാലും ചെറിയ നമ്പർ എഴുതിയാലും, ഇനിയിപ്പോൾ നമുക്ക് മൈനസ് നമ്പർ ആയിട്ട് എഴുതി നോക്കിയാലോ, റേഷണൽ നമ്പേഴ്സ് തന്നെയാണ്. -12/5 ഇതും ഒരു റേഷണൽ നമ്പറാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതണോ. ഇനി നമുക്ക് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. അതിന് മുന്നായിട്ട് നമുക്ക് പ്രോപ്പർട്ടീസ് ഒന്ന് നോക്കാം ഈ റേഷണൽ നമ്പേഴ്സിൻ്റെ. അതിൽ 4 പ്രോപ്പർട്ടീസാണുള്ളത്: ക്ലോഷർ പ്രോപ്പർട്ടി, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ആൻഡ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അഡീഷൻ്റെ ക്ലോഷർ പ്രോപ്പർട്ടി എങ്ങനെയാണെന്ന് നോക്കാം. ഏതെങ്കിലും ഒരു റേഷണൽ നമ്പർ എയും ഒരു റേഷണൽ നമ്പർ ബിയും കൺസിഡർ ചെയ്യാം. നമുക്ക് ഈ എയും ബിയും രണ്ട് റേഷണൽ നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസറും ഒരു റേഷണൽ നമ്പർ തന്നെയാണെങ്കിൽ നമുക്ക് പറയാം റേഷണൽ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ എന്ന്. നമുക്ക് ചെക്ക് ചെയ്യാം, രണ്ട് നമ്പേഴ്സ് വെച്ച് ആഡ് ചെയ്തിട്ട് റേഷണൽ നമ്പർ തന്നെയാണോ ആൻസർ കിട്ടുന്നതെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ 5 + 3 = 8 ആണ് അല്ലേ. അപ്പോൾ 5ഉം 3ഉം 8ഉം റേഷണൽ നമ്പേഴ്സാണ്. എങ്ങനെയാണത് റേഷണൽ നമ്പേഴ്സ് ആകുന്നത്? ഇത് നമുക്ക് P/Q എന്ന ഫോമിൽ എഴുതാൻ പറ്റും അല്ലേ. 5/1 എഴുതാം, 3/1 എഴുതാം, 8/1 എഴുതാം. ഇങ്ങനെ ഈ ഫോമിൽ എഴുതാവുന്ന എല്ലാ നമ്പേഴ്സിനും നമ്മൾ റേഷണൽ നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ 5ഉം റേഷണൽ നമ്പറാണ്, 3 റേഷണൽ നമ്പറാണ്, 8 റേഷണൽ നമ്പറാണ്. ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതെല്ലാം റേഷണൽ നമ്പറായിട്ട് കിട്ടിയതുകൊണ്ട് ഇത് നമുക്ക് എന്ത് പറയാം, റേഷണൽ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ എന്ന് പറയാം. അടുത്തതായി നമുക്ക് വേറൊരു എക്സാമ്പിൾ കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ 2/3 + 4/3. അപ്പോൾ നമുക്ക് എങ്ങനെ, ഇത് രണ്ടും റേഷണൽ നമ്പേഴ്സാണ് അല്ലേ. രണ്ട് റേഷണൽ നമ്പേഴ്സും ആഡ് ചെയ്ത് കഴിയുമ്പോൾ റേഷണൽ നമ്പർ തന്നെയാണ് കിട്ടുന്നതെന്ന് നോക്കാം. 2 + 4 = 6.
ഡിനോമിനേറ്റർ രണ്ട് സെയിം ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് അഡീഷൻ തന്നെ ചെയ്യാൻ പറ്റി. 6/3 എന്ന ആൻസർ കിട്ടി അല്ലേ. ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ചെറുതാക്കണമെങ്കിൽ നമുക്ക് പറ്റും. 6ൽ 3 2 ടൈംസ്, 3ൽ 3 1 ടൈം. അപ്പം നമുക്ക് = 2. ഇതൊരു റേഷണൽ നമ്പർ തന്നെയാണല്ലോ. ഇതിനെ നമുക്ക് 2/1 എന്ന ഫോമിൽ എഴുതാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, റേഷണൽ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ എന്ന് പറയാം അല്ലേ. ഇനി അടുത്തത് നമുക്ക് സബ്ട്രാക്ഷൻ്റെ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ എയും ബിയും തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. എയിൽ നിന്ന് ബി സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസറും ഒരു റേഷണൽ നമ്പർ ആണോ എന്നാണ് നോക്കേണ്ടത് നമ്മൾ. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് തന്നെ ചെയ്ത് നോക്കാം. 5 ഒരു റേഷണൽ നമ്പറാണ്. അതിൽ നിന്ന് നമ്മൾ 4 സബ്ട്രാക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് 5 - 4 1 കിട്ടി. ഇതെല്ലാം റേഷണൽ നമ്പേഴ്സ് ആണല്ലോ. 5നെ 5/1 എന്ന് എഴുതാൻ പറ്റും, 4നെ 4/1 എന്ന് എഴുതാൻ പറ്റും, 1നെ 1/1 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം റേഷണൽ നമ്പേഴ്സാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, റേഷണൽ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ സബ്ട്രാക്ഷൻ എന്ന് പറയാം അല്ലേ. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് നോക്കാം. 12/5 - 10/5. ഇത് സബ്ട്രാക്ട് ചെയ്ത് രണ്ട് റേഷണൽ നമ്പേഴ്സ് തന്നെയാണ്. ഇത് രണ്ടും സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുന്നതെന്ന് നോക്കാം. 12 - 10 = 2/5 എന്നാണ് ആൻസർ കിട്ടുന്നത്. എല്ലാം റേഷണൽ നമ്പേഴ്സ് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് റേഷണൽ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ സബ്ട്രാക്ഷൻ എന്ന് പറയാം അല്ലേ. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. ക്ലോഷർ പ്രോപ്പർട്ടി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. ഇവിടെ നമ്മൾ രണ്ട് നമ്പേഴ്സ് കൺസിഡർ ചെയ്യുന്നത് എയും ബിയും തന്നെ ആയിട്ട് എടുക്കാം. നമുക്ക് എ ആൻഡ് ബി. ഇവിടെ എ ഇൻറ്റു ബി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റേഷണൽ നമ്പർ തന്നെയാണോ ആൻസറായിട്ട് കിട്ടുന്നത് എന്നാണ് നോക്കേണ്ടത് നമ്മൾ. നമുക്ക് രണ്ട് നമ്പേഴ്സ് എടുക്കാം. 7 × 2. 7 ഒരു റേഷണൽ നമ്പറാണ്, 2 ഒരു റേഷണൽ നമ്പറാണ്. അതിൻ്റെ 7 × 2 എന്ന് പറഞ്ഞാൽ 14 ആണല്ലോ. 14 ഒരു റേഷണൽ നമ്പർ അല്ലേ. ഇതിനെല്ലാം നമുക്ക് p/q എന്ന ഫോമിൽ എഴുതാൻ പറ്റുന്നുണ്ടല്ലോ. ഇതെല്ലാം റേഷണൽ നമ്പറാണ്. ഇനി നമുക്കൊരു ഫ്രാക്ഷൻ്റെ ഒരു എക്സാമ്പിളും കൂടി ചെയ്ത് നോക്കാം. 3/2 × 5/2. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? 3 × 5 = 15 and 2 × 2 = 4. ഇപ്പോൾ നമുക്ക് കിട്ടിയത് ഇത് റേഷണൽ നമ്പറാണ്, ഇതും റേഷണൽ നമ്പറാണ്. 15/4 റേഷണൽ നമ്പറാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, റേഷണൽ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയാം അല്ലേ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ക്ലോഷർ പ്രോപ്പർട്ടി ഓഫ് ഡിവിഷൻ നോക്കാം. ഇവിടെ നമ്മൾ എയും ബിയും തന്നെ കൺസിഡർ ചെയ്യാം. അപ്പോൾ a/b ഒരു റേഷണൽ നമ്പർ കിട്ടുമോ? ഏതെങ്കിലും രണ്ട് റേഷണൽ നമ്പേഴ്സ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ റേഷണൽ നമ്പർ തന്നെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, റേഷണൽ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ ഡിവിഷൻ എന്ന് പറയാം. നമുക്ക് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് 9നെ ഞാൻ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. നമുക്ക് ആൻസർ എത്ര കിട്ടുന്നത്? 9/3 എന്ന് പറഞ്ഞാൽ 3 ആണ് ആൻസർ കിട്ടുന്നത് അല്ലേ. 9 ഒരു റേഷണൽ നമ്പറാണ്, 3 ഒരു റേഷണൽ നമ്പറാണ്. കിട്ടിയ ആൻസറും ഒരു റേഷണൽ നമ്പർ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, റേഷണൽ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ ഡിവിഷൻ എന്ന് പറയാം അല്ലേ. അപ്പോൾ നമുക്ക് വേറൊരു നമ്പറും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. 8/2 + 8/2 ÷ 4/2. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇത് 8/2 4/2 ആണ് അല്ലേ. അപ്പോൾ ഇത് നമുക്ക് കട്ടിങ് വേണമെങ്കിൽ ചെയ്യാം അല്ലേ. 8ൽ 2 4 ടൈംസ് 1, 4ൽ 2 2 ടൈംസ് 1. അപ്പോൾ നമുക്ക് 4/2 എന്നാണ് കിട്ടിയിട്ടുള്ളത്. 4/2 എന്ന് പറയുമ്പോൾ 2 ആണ്. അപ്പോൾ നമുക്ക് രണ്ട് റേഷണൽ നമ്പേഴ്സ് നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ ഒരു റേഷണൽ നമ്പർ തന്നെയാണ്. എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി ഇവിടെ ഒരു എക്സെപ്ഷണൽ കേസ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിനോമിനേറ്റേഴ്സ്. നമ്മൾ ഡിനോമിനേറ്റേഴ്സ് 0 ആയിക്കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് പറഞ്ഞല്ലോ. വേർ q = 0 എന്ന് പറഞ്ഞില്ലേ. നമ്മൾക്ക് ഒരു റേഷണൽ നമ്പർ എന്ന് പറയുമ്പോൾ p/q ഫോമിലാവുകയും വേണം, q 0 ആവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ 8/2 എന്നതിന് പകരം 8/0 എന്നൊക്കെ ആണെങ്കിലോ ഇത് നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേ. ഇത് നമുക്ക് പറയാൻ പറ്റില്ല ഇത് റേഷണൽ നമ്പർ ആണെന്ന്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം rational numbers are closed under division if you exclude 0. ഓക്കെ, 0 അല്ലാതെ ബാക്കിയുള്ള എല്ലാ നമ്പറുകൾക്കും റേഷണൽ നമ്പേഴ്സ് ക്ലോസ്ഡ് അണ്ടർ ഡിവിഷൻ എന്ന് പറയാം നമുക്ക്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ നമുക്കിനി കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഓഫ് അഡീഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ എയും ബിയും രണ്ട് റേഷണൽ നമ്പേഴ്സാണ്. a + b യും
ബി പ്ലസ് എയും ഈക്വൽ ആണോ എന്ന് നോക്കാം. അതാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. അപ്പോൾ അതിന് നമുക്ക് രണ്ട് നമ്പേഴ്സ് വെച്ച് തന്നെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ -2 + 5 ഈക്വൽസ് ടു എത്രയാണ്? -2 + 5 എന്ന് പറയുമ്പോൾ ഒന്ന് പോസിറ്റീവ് ഇൻറ്റിജറും ഒന്ന് നെഗറ്റീവ് ഇൻറ്റിജറും ആണ്. അപ്പോൾ അതിൻ്റെ റൂൾ എന്തായിരുന്നു? വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ സബ്ട്രാക്ട് ചെയ്തിട്ട് വലിയ നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കണം അല്ലേ? അപ്പോൾ ഇവിടെ വലിയ നമ്പർ 5 ആണ്. അപ്പോൾ സൈൻ പോസിറ്റീവ് ആയിരിക്കും. 5ൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 കിട്ടും. +3 ആണ് ഇവിടെ ആൻസർ വരുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ഒന്ന് ഓർഡർ മാറ്റി നോക്കാം. ബി പ്ലസ് എ എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ നമുക്ക് 5 + -2 ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ വലിയ നമ്പർ 5 ആണ്. 5ൻ്റെ സൈൻ പോസിറ്റീവാണ്. അപ്പോൾ അത് എഴുതി കൊടുത്തു. 5ൽ നിന്ന് 2 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 കിട്ടുന്നു. രണ്ടും +3 കിട്ടിയിട്ടുണ്ട്. രണ്ട് ആൻസർ സെയിം ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് ഫോർ റേഷണൽ നമ്പേഴ്സ് എന്ന് പറയാം. ഇനി നമുക്ക് രണ്ട് ഫ്രാക്ഷൻസ് വെച്ചിട്ടൊന്ന് ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ 1/2 + 3/2 നോക്കാം. നമുക്ക് 1/2 + 3/2 എന്ന് പറയുമ്പോൾ രണ്ടിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആണ്. അതുകൊണ്ട് തന്നെ ആൻസറിൻ്റെ ഡിനോമിനേറ്ററും സെയിം ആയിരിക്കും. ഇനി നമുക്ക് 1ഉം 3യും കൂടെ ആഡ് ചെയ്യാം. 1 + 3 എന്ന് പറയുമ്പോൾ അത് 4 ആണ്. 4/2 കിട്ടി. നമുക്കൊന്ന് ഇത് ക്യാൻസൽ ചെയ്യാം. 4ൽ 2 2 ടൈംസ്, 2ൽ 2 1 ടൈം. നമ്മുടെ ആൻസർ 2/1 ദാറ്റ്സ് ഈക്വൽസ് ടു 2 ആണ്. 2 ഈസ് എ റേഷണൽ നമ്പർ. ഇനി നമുക്കിതിൻ്റെ ഓർഡർ ഒന്ന് മാറ്റി നോക്കാം. 3/2 + 1/2. രണ്ടും ഡിനോമിനേറ്റർ സെയിം ആണ്. ഡിനോമിനേറ്റർ നമ്മൾ താഴെ എഴുതി കൊടുത്തു. എന്നിട്ട് 3 + 1 4 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. 4ൽ 2 2 ടൈംസ്, 2ൽ 2 1 ടൈം. 2/1 ഈക്വൽസ് ടു 2. ഇപ്പോൾ നമുക്ക് രണ്ടും സെയിം ആൻസർ തന്നെയാണ് കിട്ടിയത്. ആൻസേഴ്സ് രണ്ടും റേഷണൽ നമ്പേഴ്സ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ആണെന്ന് പറയാം. ഇതാണ് നമുക്ക് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഓഫ് അഡീഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണം. അതിനെല്ലാ സംശയങ്ങൾക്കും ഞാൻ മറുപടി തരുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് വീഡിയോ തന്നെ ചെയ്യും ഞാൻ. അപ്പോൾ എല്ലാവരും ചോദിക്കാം, ഒരു മടിയും വിചാരിക്കും. അപ്പോൾ നമുക്ക് ഇനി കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഓഫ് സബ്ട്രാക്ഷൻ ചെക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ എയും ബിയും റേഷണൽ നമ്പേഴ്സ് എടുക്കുന്നുണ്ട്. ഇനി നമുക്കിവിടെ കാണിക്കാനുള്ളത് a - bയും b - aയും ഈക്വൽ ആണോ അല്ലേ എന്നാണ് ഇവിടെ ചെക്ക് ചെയ്യാനുള്ളത്. നമുക്ക് രണ്ട് നമ്പേഴ്സ് വെച്ച് തന്നെ നോക്കാം. 5 - 4 എടുക്കാം. 5 - 4 എത്രയാണ്? 1 അല്ലേ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓർഡർ ഒന്ന് മാറ്റി എഴുതാം. 4 - 5 എഴുതി നോക്കാം. 4 - 5. അപ്പോൾ നമുക്ക് 5ൽ നിന്ന് 4 സബ്ട്രാക്ട് ചെയ്തിട്ട് 5ൻ്റെ സൈൻ ഇട്ട് കൊടുക്കണം അല്ലേ? അപ്പോൾ നമുക്ക് 5 - 4 1 ആണ്. 5ൻ്റെ കൂടെയുള്ള സൈന് മൈനസ് ആണ്. അപ്പോൾ നമുക്ക് -1 എന്ന് കിട്ടി. ഇത് രണ്ടും ഈക്വൽ ആണോ? അല്ലല്ലോ, ഈക്വൽ അല്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇവിടെ സബ്ട്രാക്ഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് ഫോർ റേഷണൽ നമ്പേഴ്സ് എന്ന് പറയും. നമുക്ക് വേറൊരു എക്സാമ്പിൾ കൂടെ നോക്കിയാലോ. 2/3 - 1/3 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സബ്ട്രാക്ഷൻ നോക്കാം. രണ്ടും ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ഈ ആൻസറിലും ഡിനോമിനേറ്റർ 3 തന്നെയാണ് വരുന്നത്. 2 - 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ നമുക്ക് 1/3 എന്ന ആൻസർ കിട്ടി. ഇനി ഇതിൻ്റെ ഓർഡർ ഒന്ന് മാറ്റി കൊടുക്കാം. നമുക്ക് 1/3 - 2/3 എന്ന് കൊടുക്കാം. അപ്പോഴും ഡിനോമിനേറ്ററിൽ 3 എന്ന് തന്നെയാണ് ആൻസർ വരുന്നത്. രണ്ടിൻ്റെ ഡിനോമിനേറ്റർ 3 അതുകൊണ്ട് അവിടെ എഴുതി കൊടുത്തു. 1 - 2 എന്ന് പറയുമ്പോൾ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ സബ്ട്രാക്ട് ചെയ്തിട്ട് വലിയ നമ്പറിൻ്റെ സൈൻ കൊടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് മൈനസ് ആണ് കിട്ടുന്നത്. -1/3. 1/3യും -1/3യും സെയിം അല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇവിടെ സബ്ട്രാക്ഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് ഫോർ റേഷണൽ നമ്പേഴ്സ് എന്ന് പറയാം. അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ്റെ നോക്കാം. കമ്മ്യൂട്ടേറ്റീവ് ആണോ അല്ലേ നോക്കാം. ഇവിടെ നമ്മൾ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? a × b = b × a ആണെങ്കിൽ നമുക്കത് കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പറയാം. നോക്കാം നമുക്ക്. എക്ക് പകരം ഞാൻ ഒരു നമ്പർ -7 എടുത്തിട്ടുണ്ട്. × 5 എടുക്കാം. -7 × 5 എന്ന് പറയുമ്പോൾ -35 ആയിരിക്കും അല്ലേ? ഇനി നമുക്ക് അതൊന്ന് ഓർഡർ മാറ്റി കൊടുക്കാം. 5 × -7. അപ്പോഴും എന്താണ് ആൻസർ കിട്ടുന്നത്? 5 × 7 = 35. പ്ലസ് ഇൻറ്റു മൈനസ് ഈസ് മൈനസ്. രണ്ടിനും 35 എന്ന് തന്നെയാണ്, -35 എന്ന് തന്നെയാണ് ആൻസർ കിട്ടിയത്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? മൾട്ടിപ്ലിക്കേഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് ഫോർ റേഷണൽ നമ്പേഴ്സ് എന്ന് പറയാം അല്ലേ? പിന്നെ നമുക്കൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. 3/7 × 4/7. ഓക്കെ,
അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 3 × 4 = 12, 7 × 7 = 49. ഇനി ഇതിൻ്റെ ഓർഡർ ഒന്ന് മാറ്റി കൊടുക്കാം. നമുക്ക് 4/7 × 3/7 കൊടുത്ത് നോക്കാം. അപ്പോഴോ 4 × 3 = 12, 7 × 7 = 49. അപ്പോൾ സെയിം ആൻസർ തന്നെയാണല്ലോ കിട്ടുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മൾട്ടിപ്ലിക്കേഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് ഫോർ റേഷണൽ നമ്പേഴ്സ്. അതുകൊണ്ടാണ് നമുക്ക് അത് സെയിം ആൻസർ തന്നെ കിട്ടിയത്. അപ്പോൾ രണ്ടിനും നമുക്ക് സെയിം ആൻസർ തന്നെയാണല്ലോ കിട്ടിയത്. അപ്പോൾ അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ മൾട്ടിപ്ലിക്കേഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് ഫോർ റേഷണൽ നമ്പേഴ്സ്. ഓക്കെ, ഇനി നമുക്ക് ഡിവിഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. കമ്മ്യൂട്ടേറ്റീവ് ആണോ അല്ലേ എന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ റേഷണൽ നമ്പേഴ്സ് ആയിട്ട് എടുക്കുന്നത് എയും ബിയും തന്നെയാണ്. എ ഡിവൈഡഡ് ബൈ ബിയും ബി ഡിവൈഡഡ് ബൈ എയും ഈക്വൽ ആണോ അല്ലേ എന്നാണ് ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. നോക്കാം, നമുക്ക് 2 എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. 8 / 4 ഈക്വൽസ് ടു എത്രയാണ്? 8 / 4 എന്ന് പറഞ്ഞാൽ 2 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് 4 / 2 നോക്കാം. അത് ഓർഡർ ഒന്ന് മാറ്റി കൊടുത്ത് നോക്കാം അല്ലേ. 4 / 8. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 4/8 ആയിരിക്കും അത്. 4 / 8 1, ഇവിടെ 2, 1/2 ഇങ്ങനെ ആയിരിക്കും ആൻസർ കിട്ടുന്നത്. ഇവിടെ 2 ആണ്, ഇവിടെ 1/2 ആണ്. അപ്പോൾ അത് രണ്ടും സെയിം അല്ലല്ലോ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡിവിഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് ഫോർ റേഷണൽ നമ്പേഴ്സ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയാണുള്ളത്. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് 3 ഡിജിറ്റ്സ് എടുക്കാം. A, B, C. ഇത് ഈ 3 റേഷണൽ നമ്പേഴ്സ്. ഇതിന് നമ്മൾ ആഡ് ചെയ്യാണ്. A + B + C അങ്ങനെ ആഡ് ചെയ്യുന്നു. ആദ്യം എയും ബിയും കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ സി ആഡ് ചെയ്ത് കൊടുത്താലും A + B + Cയിൽ ബിയും സിയും കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ എയും കൂടെ ആഡ് ചെയ്ത് കൊടുത്താലും ഒരേ ആൻസർ തന്നെയാണ് കിട്ടുന്നത്. അത് നോക്കാം നമുക്ക്. 2 നമ്പേഴ്സ് വെച്ചിട്ട് നോക്കിയാലോ. 2 + 3 + 5. അപ്പോൾ നമുക്ക് ആദ്യം 2ഉം 3യും കൂടെ ആഡ് ചെയ്ത് നോക്കാം. 2 + 3 = 5 ആണ്. പിന്നെ +5. അപ്പോൾ 5 + 5 10. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രൂപ്പ് ഒന്ന് മാറ്റി ആഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. 2 + 3 + 5 ആണ്. അതിൽ നമുക്ക് 3ഉം 5ഉം ആഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ 2ഉം കൂടെ ആഡ് ചെയ്താൽ എങ്ങനെയായിരിക്കും നോക്കാം. അപ്പോൾ ഇവിടെ 2 + 3 + 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 ആണ്. 2 + 8 10 ആണ്. അപ്പോൾ ഇതിൻ്റെ ഓർഡറൊക്കെ മാറ്റിയപ്പോൾ നമുക്ക് സെയിം തന്നെയാണ് ആൻസർ കിട്ടിയത്. ഇതിൻ്റെ ഗ്രൂപ്പ്സ് മാറ്റിയപ്പോൾ നമുക്ക് സെയിം ആണ് ആൻസർ കിട്ടിയത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എഡിഷനിൽ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി വർക്ക് ആവുന്നുണ്ട് അല്ലേ, റേഷണൽ നമ്പേഴ്സിൻ്റെ. ഇനി നമുക്ക് ഇതിനെ തന്നെ മൾട്ടിപ്ലിക്കേഷനിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ മൾട്ടിപ്ലിക്കേഷനിൽ നമ്മൾ എടുക്കുന്നത് 3 റേഷണൽ നമ്പേഴ്സ് ABC തന്നെയാണ്. അതിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ഗ്രൂപ്പ് ആക്കിയിട്ട് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഗ്രൂപ്പ് മാറ്റിയിട്ടും ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് ആൻസർ സെയിം കിട്ടുന്നുണ്ടോ നോക്കാമല്ലോ. അപ്പോൾ A × B × C. അപ്പോൾ എയും ബിയും ആദ്യം മൾട്ടിപ്ലൈ ചെയ്തിട്ട് പിന്നെ സിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതും ബിയും സിയും ആദ്യം മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ കൂടെ എ മൾട്ടിപ്ലൈ ചെയ്യുന്നതും ആൻസർ സെയിം ആണോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് നമ്മളിവിടെ 2 × 3 × 5 എടുക്കാം. എന്നിട്ട് നമുക്ക് 3 × 5 ആദ്യം മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. = 2 × 3 × 5 ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയും ചെയ്ത് നോക്കാം. അപ്പോൾ 2 × 3 × 5 15 ആണല്ലോ. = 2 × 3 = 6, 6 × 5. ഇനി നോക്കാം. 2 × 15 = 30. That's equals to 6 × 5 is 30. രണ്ടും 30 തന്നെയാണ് നമുക്ക് ആൻസർ കിട്ടിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം ഇനി? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഓഫ് റേഷണൽ നമ്പേഴ്സ് വർക്കിംഗ് ഓൺ മൾട്ടിപ്ലിക്കേഷൻ ഓൾസോ, അങ്ങനെ പറയാം അല്ലേ. അപ്പോൾ നമുക്ക് വേറൊരു എക്സാമ്പിൾ കൂടെ ചെയ്ത് നോക്കാം. ഇപ്പോൾ അഡീഷൻ്റെ മൾട്ടിപ്ലിക്കേഷൻ്റെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയാണ് നമ്മൾ പറഞ്ഞത്. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സബ്ട്രാക്ഷനിലും ഡിവിഷനിലും വർക്ക് ആവുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം. 5 + -6 + 23. ഇത് നോക്കൂ, ഇതിപ്പോൾ ഏത് ഫോമിലാണുള്ളത്? A + B + C എന്നൊരു ഫോമിലാണുള്ളത് അല്ലേ.
ഇവിടെ നമുക്ക് 5 + -6 എന്ന് പറയുമ്പോൾ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ സബ്ട്രാക്ട് ചെയ്തിട്ട് വലിയ നമ്പറിൻ്റെ സൈൻ കൊടുക്കണം. അപ്പോൾ 6 - 5 എന്ന് പറയുമ്പോൾ 1 ആണ്. വലിയ നമ്പറിൻ്റെ കൂടെയുള്ള സൈൻ എന്ന് പറയുമ്പോൾ മൈനസ് ആണ്. -1 കൊടുക്കാം അവിടെ. +23 എന്ന് പറയുമ്പോൾ ഇവിടെ അതുപോലെ തന്നെയാണ്. ഒന്ന് പോസിറ്റീവ് ഇൻഡിജറുമാണ്, ഒന്ന് നെഗറ്റീവ് ഇൻഡിജറുമാണ്. അപ്പോൾ നമുക്ക് വലുതിൽ നിന്ന് ചെറുത് സബ്ട്രാക്ട് ചെയ്തിട്ട് വലുതിൻ്റെ സൈൻ കൊടുക്കാം. ഇവിടെ 23 -1 is 22. 23 പോസിറ്റീവ് ആയതുകൊണ്ട് +22 ആണ് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ ഗ്രൂപ്പ് ഒന്ന് മാറ്റി കൊടുക്കാം നമുക്ക്. 5 + -6 +23 ആണല്ലോ. അപ്പോൾ നമുക്ക് ഇവരെ ഒരു ഗ്രൂപ്പാക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് 5 + -6 +23 എന്ന് പറയുമ്പോൾ 17 ആണ് കിട്ടുന്നത്. 23 - 6 എന്ന് പറയുമ്പോൾ 17 കിട്ടുന്നു. പിന്നെ വലിയ നമ്പറിൻ്റെ സൈന് പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മളിവിടെ പോസിറ്റീവ് സൈൻ തന്നെയാണ് ഇട്ട് കൊടുത്തത്. ഇനി ഇത് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. 5 + 17 22 തന്നെയാണ്, +22 തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് രണ്ടും സെയിം ആൻസർ ആയിട്ട് കിട്ടി. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇങ്ങനെ നമുക്ക് അഡീഷനും മൾട്ടിപ്ലിക്കേഷനും അസോസിയേറ്റീവ് പ്രോപ്പർട്ടി വർക്കാവുമെന്ന് മനസ്സിലായി. ഞാൻ ആദ്യം പറഞ്ഞു സബ്ട്രാക്ഷനും ഡിവിഷനും അസോസിയേറ്റീവ് പ്രോപ്പർട്ടി വർക്കാവുന്നില്ല. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. നമുക്ക് നോക്കാം x, y, z അങ്ങനെ ഒരു 3 റേഷണൽ നമ്പേഴ്സ് നമ്മൾ എടുക്കുന്നുണ്ട് ഇവിടെ. ഇതിനെ x × y + z എന്നെഴുതാം. ഇത് x × y + z എന്ന് പറയുന്നത് xy + xz ആണ്. അതായത് ഈ എക്സിനെ നമുക്ക് y-ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് ആ ആൻസർ x × z-ആയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഇതിനെ നമുക്ക് വേറൊരു രീതിയിലും കൂടെ എഴുതാം. ഇതിനെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് xy + xz ആണെങ്കിൽ കോമൺ ആയിട്ട് എക്സിനെ പുറത്തെടുത്തിട്ട് y + z ഇങ്ങനെ എഴുതാം. ഇതാണ് ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. എല്ലാവർക്കും മനസ്സിലായല്ലോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാൻ മറക്കരുത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. 2 × 3 + 4. ഓക്കെ, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 3 is 6 + 2 × 4 is 8. നമുക്ക് 6 + 8 14 ഇങ്ങനെ കിട്ടി അല്ലേ. ഇനി നമുക്ക് അടുത്ത പ്രോപ്പർട്ടിയിലോട്ട് പോകാം. ആഡിറ്റീവ് ഐഡൻറ്റിറ്റി പ്രോപ്പർട്ടി. അതായത് നമ്മൾ ഏതൊരു നമ്പറിൻ്റെ കൂടെ 0 ആഡ് ചെയ്ത് കഴിഞ്ഞാലും ആ നമ്പർ തന്നെയാണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. 12 + 0 ആൻസർ എത്രയാണ്? 12 അല്ലേ. 14 + 0 എത്ര ആൻസർ കിട്ടുന്നത്? 14. ഇനിയിപ്പോൾ നമുക്ക് 100 + 0 എഴുതി. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 100 തന്നെയാണ്. ആൻസർ മാറുന്നില്ല. അപ്പോൾ നമുക്ക് ഏത് നമ്പറിൻ്റെ കൂടെ 0 ആഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അത് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ആഡിറ്റീവ് ഐഡൻറ്റിറ്റി പ്രോപ്പർട്ടി ഓഫ് 0 ആണ് അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലായല്ലോ. ഇനി നമുക്ക് ആഡിറ്റീവ് ഇൻവേഴ്സ് എന്താണെന്ന് നോക്കാം. ആഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ ഏത് നമ്പറിൻ്റെ ഓപ്പോസിറ്റ് സൈൻ -2 ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ +2 ഇതായിരിക്കും അതിൻ്റെ ആഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 8 ആണെങ്കിൽ 8ൻ്റെ ആഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ അത് -8 ആയിരിക്കും. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് 1/2 ആണെങ്കിലോ 1/2ൻ്റെ ആഡിറ്റീവ് ഇൻവേഴ്സ് പറഞ്ഞാൽ -1/2 ആയിരിക്കും. അതേ നമ്പറിൻ്റെ ഓപ്പോസിറ്റ് സൈൻ അതാണ് ആഡിറ്റീവ് ഇൻവേഴ്സ്. ഇനി ഒരു കാര്യം നോക്കാം. നമ്മൾ ഇപ്പോൾ -2 + 2 പറഞ്ഞില്ലേ. നമ്മൾ -2 + 2 ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 ആണ് കിട്ടുന്നത് അല്ലേ. അതുപോലെ തന്നെ 8 + -8 എന്താ നമുക്ക് കിട്ടുന്നത്? 0 ആണ്. 1/2 + -1/2 നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുന്നത്? 0 ആണ്. അപ്പോൾ നമുക്ക് ഏത് രണ്ട് നമ്പറുകൾ ആഡ് ചെയ്താലാണ് 0 കിട്ടുന്നത് ആ രണ്ട് നമ്പറുകൾ, അതായത് ആഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു നമ്പറിൻ്റെ ഓപ്പോസിറ്റ് സൈൻ ആയിട്ടുള്ള നമ്പറുകളാണ്. അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടും. എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി പ്രോപ്പർട്ടി നോക്കാം. നമുക്ക് ഏതൊരു നമ്പറിനെ ആണെങ്കിലും നമ്മൾ ഇപ്പോൾ എ എന്നെടുത്തു. a × 1 ആണെങ്കിൽ ആ നമ്പർ എ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. 1 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ നമ്പർ തന്നെ കിട്ടുന്നു.
അപ്പോൾ 22 ഇൻറ്റു 1 ആണെങ്കിൽ എന്താ കിട്ടുന്നത്? 22 എന്ന ആൻസർ കിട്ടുന്നു അല്ലേ? 86 ഇൻറ്റു 1 ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 86 തന്നെ അല്ലേ? ഇനി നമുക്ക് 3/4 ഇൻറ്റു 1 മാറുന്നുണ്ടോ? ആൻസർ ഇല്ല, 3/4 എന്ന് തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് 1 ആണ്. ഏത് നമ്പറിനെ 1 മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് സെയിം ആൻസർ തന്നെ കിട്ടും. ഓക്കെ, ഇനി അടുത്തതായിട്ട് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താണെന്ന് നോക്കാം. അതായത് നമ്മൾ ഏത് നമ്പർ എഴുതിയാലും അതിൻ്റെ റെസിപ്രോക്കൽ ആയിരിക്കും അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അതായത് 2/3 ഞാനിവിടെ എഴുതി, ഇതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് 3/2 ആയിരിക്കും. അതുപോലെ ഇപ്പോൾ ഞാൻ -2 എന്ന് എഴുതിയെന്ന് വിചാരിക്കാം. അതിന് നമുക്ക് എങ്ങനെ എഴുതാമല്ലോ? -2/1. ഇതിൻ്റെ റെസിപ്രോക്കൽ എന്തായിരിക്കും? -1/2 അല്ലേ? സെയിം ആണ്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഞാൻ 6/3 എന്ന് എഴുതിയെന്ന് വിചാരിക്കാം. ഇതിൻ്റെ റെസിപ്രോക്കൽ എന്താണ്? 3/6 ആയിരിക്കും. A/B എന്ന് എഴുതിയാൽ A/Bയുടെ റെസിപ്രോക്കൽ B/A ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ആർക്ക് ഏത് ഭാഗത്ത് എവിടെ കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാലും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ വീഡിയോ തന്നെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പഠിച്ചതെന്ന് എല്ലാവർക്കും ഒന്ന് ഓർത്തെടുത്ത് നോക്കിയേ. നാച്ചുറൽ നമ്പേഴ്സ് എന്താണെന്ന് പഠിച്ചു. എന്തായിരുന്നു നാച്ചുറൽ നമ്പേഴ്സ്? നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1 2 3 അങ്ങനെ കൗണ്ടിങ് നമ്പേഴ്സ് അല്ലേ? 1 2 3 അങ്ങനെ കൗണ്ടിങ് നമ്പേഴ്സ് വരുന്നു. ഹോൾ നമ്പേഴ്സ് പഠിച്ചു നമ്മൾ. ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിച്ചത്? ഹോൾ നമ്പേഴ്സ് 0 കൂടെ പിന്നെ അതിൻ്റെ കൂടെ അല്ല നാച്ചുറൽ നമ്പേഴ്സും കൂടുമ്പോൾ ഹോൾ നമ്പേഴ്സ് ആണെന്ന് പറഞ്ഞു നമ്മൾ. പിന്നെ നമ്മൾ ഇൻറ്റിജേഴ്സ് പഠിച്ചു. ഇൻറ്റിജേഴ്സ് എന്താണെന്ന് പറഞ്ഞത് നമ്മൾ? എല്ലാ നെഗറ്റീവ് നമ്പേഴ്സും എല്ലാ പോസിറ്റീവ് നമ്പേഴ്സും ഇൻക്ലൂഡിങ് 0 അല്ലേ? അപ്പോൾ നമുക്ക് അത് ഇൻറ്റിജേഴ്സ് ആണെന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ പഠിച്ചത് റേഷണൽ നമ്പേഴ്സാണ്. റേഷണൽ നമ്പേഴ്സ് എന്താണെന്ന് ഇനി ആർക്കും ഡൗട്ടില്ലല്ലോ. എല്ലാ ഇൻറ്റിജേഴ്സും വരുന്നുണ്ട് അതിൽ അല്ലേ? എല്ലാ 0 മുതൽ എല്ലാ പോസിറ്റീവ് നമ്പേഴ്സും വരുന്നു, എല്ലാ നെഗറ്റീവ് നമ്പേഴ്സും വരുന്നു. അതിൻ്റെ കൂടെ നമുക്ക് ഫ്രാക്ഷൻസും വരുന്നു. 2/3 5/6 അങ്ങനെയൊക്കെയുള്ള റേഷണൽ നമ്പേഴ്സും വരുന്നു. അതിൽ നമ്മൾ ആകെ കൂടെ പറഞ്ഞൊരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ P/Q ഫോമിലാവണം, പക്ഷേ Q ഈസ് നോട്ട് ഈക്വൽസ് ടു 0 അങ്ങനെ ഒരു കണ്ടീഷനും കൂടി പറഞ്ഞിട്ടുണ്ട് അല്ലേ? പിന്നെ നമ്മളിതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ പഠിച്ചിരുന്നു. അപ്പോൾ നമ്മൾ പഠിച്ച പ്രോപ്പർട്ടീസ് എന്തൊക്കെയായിരുന്നു എന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടോ? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി പഠിച്ചു. അതിന് മുന്നേ ക്ലോഷർ പ്രോപ്പർട്ടി പഠിച്ചിരുന്നു അല്ലേ? അഡീഷൻ്റെ, സബ്ട്രാക്ഷൻ്റെ, മൾട്ടിപ്ലിക്കേഷൻ്റെ, ഡിവിഷൻ്റെ ഒക്കെ ക്ലോഷർ പ്രോപ്പർട്ടി പഠിച്ചു. പിന്നെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി പഠിച്ചു, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി പഠിച്ചു അല്ലേ? ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഫസ്റ്റ് എക്സസൈസിൻ്റെ സൊല്യൂഷൻസ് ചെയ്യാം. യൂസിങ് അപ്രോപ്രിയേറ്റ് പ്രോപ്പർട്ടീസ് ഫൈൻഡ് എന്ന് പറഞ്ഞിട്ട് 2 ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് സോൾവ് ചെയ്യാം. ഇവിടെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് -2/3 ഇൻറ്റു 3/5 പ്ലസ് 5/2 മൈനസ് 3/5 ഇൻറ്റു 1/6. അപ്പോൾ ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്? നമുക്ക് ഓരോ ടേംസിനെ ഒന്ന് നോക്കാം. ഇതിൽ നമുക്ക് ഏതെല്ലാം പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ഇത് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് യൂസിങ് അപ്രോപ്രിയേറ്റ് പ്രോപ്പർട്ടീസ് എന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് വേണം? നമ്മൾ എന്ത് പ്രോപ്പർട്ടിയാണോ ഇവിടെ യൂസ് ചെയ്തത് അത് നമ്മളിവിടെ മെൻഷൻ ചെയ്യണം. ഒരു ബ്രാക്കറ്റിൽ എഴുതി കൊടുക്കണം എന്ത് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് ചെയ്തതെന്ന്. അപ്പോൾ നമുക്ക് ആദ്യം ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യനെ ഒന്ന് റീ അറേഞ്ച് ചെയ്തിട്ട് എഴുതി നോക്കാം. ആദ്യം നമുക്ക് തന്നിട്ടുള്ളത് -2/3 ഇൻറ്റു 3/5 പ്ലസ് 5/2 മൈനസ് 3/5 ഇൻറ്റു 1/6 അല്ലേ? ഇനി നമുക്ക് കാണുന്നുണ്ട് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ സൈനാണ്, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ സൈൻ ഉണ്ട്. ഇത് പ്ലസ് മൈനസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ മൾട്ടിപ്ലിക്കേഷനുള്ള ടേംസിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ആ ടേം ഒന്നായിട്ട് മാറും അല്ലേ? ഒറ്റ ടേമായിട്ട് മാറും. അപ്പോൾ നമുക്ക് ആ 2 ടേമിനെ ഒന്ന് അടുത്തേക്ക് എഴുതിയിട്ട് മറ്റേ ടേമിനെ ലാസ്റ്റിലോട്ട് എഴുതി കൊടുക്കാം. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്തായിരുന്നു? A+B ഈക്വൽസ് ടു B+A. എയുടെയും ബിയുടെയും ഓർഡർ ഒരു പ്രശ്നമില്ല, മാറിക്കഴിഞ്ഞാലും ആൻസർ സെയിമാണ് വരുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഓർഡർ ഒന്ന് മാറ്റിയിട്ട് എഴുതാം. അപ്പോൾ നമുക്ക് കാൽക്കുലേഷൻ കുറച്ചും കൂടെ ഈസി ആവും. ഇതിനു വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? -2/3 ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇൻറ്റു 3/5 എഴുതി. എന്നിട്ട് ഈ
-3/5 ഇൻറ്റു 1/6 അതിനടുത്തോട്ട് എഴുതി കൊടുക്കാം. -3/5 ഇൻറ്റു 1/6. പിന്നെ നമുക്ക് ഈ ഒരു ടേമിനെ ഇവിടെ എഴുതി കൊടുക്കാം +5/2. ഇപ്പോൾ നോക്കൂ, എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ. -2/3 ഇൻറ്റു 3/5 ഇവിടെ ഉണ്ട്, 5/2 ഇവിടെ ഉണ്ട്, അത് കഴിഞ്ഞ് -3/5 ഇതേ ഇവിടെ ഉണ്ട്, 1/6 ഉണ്ട്. ആരും ഇങ്ങോട്ട് പോയില്ല. നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയിട്ടുള്ളൂ. ഇവിടെ നമ്മൾ റീഅറേഞ്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്ത പ്രോപ്പർട്ടി എന്തായിരുന്നു? നമ്മുടെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി അല്ലേ? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി യൂസ് ചെയ്താണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ആ പ്രോപ്പർട്ടി അറിയാമല്ലോ. ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഒന്നുകൂടെ പോയി കാണണം. എന്നിട്ട് വേണം നമുക്ക് ഈ സൊല്യൂഷൻസ് ഒക്കെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി നോക്കാം. ഇവിടെ ഇപ്പോൾ ഈ എഴുതിയതിൽ എന്തെങ്കിലും കോമൺ ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടോ? നോക്കൂ, -2/3 ഇൻറ്റു 3/5, -3/5 ഇൻറ്റു 1/6. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ 3/5ഉം 3/5ഉം കോമൺ ആയിട്ടുണ്ട് അല്ലേ? ഈ കോമൺ ആയിട്ടുള്ള 3/5നെ നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ 3/5നെ ഞാൻ പുറത്തെടുത്തു. പിന്നെ ഈ രണ്ട് ടേമിലും ഈ ഒരു മൈനസ് സൈനും കോമൺ ആണല്ലോ. അപ്പോൾ ആ മൈനസ് സൈനിനെ ഞാനിവിടെ കൊടുത്തു. ഇനി നമുക്ക് ബാക്കി ടേംസിനെല്ലാം ബ്രാക്കറ്റിനകത്ത് എഴുതി കൊടുക്കാം. അപ്പോൾ ഇവിടെ ഉള്ളത് മൈനസും 3/5ഉം പുറത്ത് വന്നിട്ടുണ്ട്, ബ്രാക്കറ്റിന് പുറത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ നമുക്കുള്ളത് 2/3 ആണ്, അതിവിടെ എഴുതി കൊടുക്കാം 2/3. ഇനി നമ്മുടെ കയ്യിൽ ഈ മൈനസും 3/5 ഒക്കെ കോമൺ ആയിട്ട് പുറത്തുണ്ട്. പിന്നെ ഇവിടെ ഉള്ളത് 1/6 ആണ്. അപ്പോൾ നമുക്കവിടെ +1/6 എന്ന് എഴുതി കൊടുക്കാം. പിന്നെ നമുക്ക് ബ്രാക്കറ്റിന് പുറത്ത് +5/2. ഡൗട്ടൊന്നുമില്ലല്ലോ? ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവായി കണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കണം. കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി, ഞാൻ അതിനൊക്കെ എക്സ്പ്ലനേഷൻ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത് സോൾവ് ചെയ്യണം അല്ലേ? ആദ്യം നമുക്ക് ബ്രാക്കറ്റ് റിമൂവ് ചെയ്യണം. ബ്രാക്കറ്റ് റിമൂവ് ചെയ്യണമെങ്കിൽ ഈ കാൽക്കുലേഷൻ ചെയ്യണം. ഇവിടെ പ്ലസ് ആണ്, ഒരു രണ്ട് ഫ്രാക്ഷൻസ് പ്ലസ്സോ മൈനസോ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം അതിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആക്കണം. ഡിനോമിനേറ്റർ സെയിം ആക്കാൻ നമ്മൾ രണ്ട് ഡിനോമിനേറ്ററിൻ്റെയും LCM കണ്ടുപിടിക്കണം. ഇവിടെ 3ഉം 6ഉം ആണോ ഉള്ളത്. അപ്പോൾ നമുക്കതിൻ്റെ LCM നോക്കാം, 3ഉം 6ഉം. അപ്പോൾ ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. 3 ആയിട്ട് നോക്കാം അല്ലേ? അപ്പോൾ 3ൽ 3 1 ടൈം, 6ൽ 3 2 ടൈം, പിന്നെ 2 എടുക്കാം 1. അപ്പോൾ 3 × 2 6, 3 × 2 6 ആണ് ഇതിൻ്റെ LCM. അപ്പോൾ നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ ഡിനോമിനേറ്റർ എന്താക്കണം? 6 ആക്കണം. ഓൾറെഡി ഇവിടെ ഡിനോമിനേറ്റർ 6 തന്നെ ഉള്ളത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ 6 ആവണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഡിനോമിനേറ്റർ 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ന്യൂമറേറ്ററിനെയും 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കണം, അതല്ലെങ്കിൽ വാല്യൂ വ്യത്യാസം വരും. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിതൊന്ന് റീറൈറ്റ് ചെയ്ത് കൊടുക്കാം. -3/5 ഇൻറ്റു 2 × 2 4/6 +1/6 +5/2. ഓക്കെ. ഇനി -3/5 ബ്രാക്കറ്റിനകത്ത് കാൽക്കുലേഷൻ ചെയ്യാം. രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്ററുകൾ നമുക്ക് ആഡ് ചെയ്യാം അല്ലേ? 4 + 1 5 ആണ്, 6 അല്ലേ? 6 ആഡ് ചെയ്യരുത്. 6 അത് കോമൺ ആയിട്ടുള്ള ആ ഡിനോമിനേറ്ററിന് ഇവിടെ എഴുതി കൊടുക്കാനേ പാടുള്ളൂ. 6 + 6 12 എന്നൊന്നും ആരും എഴുതി കൊടുക്കരുത് കേട്ടോ. പിന്നെ +5/2. ഓക്കെ. ഇപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിനർത്ഥം എന്താ? -3/5 ഇൻറ്റു 5/6 ആണ്. അങ്ങനെ ബ്രാക്കറ്റിനകത്ത് ഇവിടെ പ്ലസ്സോ മൈനസോ ഒന്നുമില്ലാതെ ബ്രാക്കറ്റിനകത്ത് വന്നു കഴിഞ്ഞാൽ എന്താണ് അതിനർത്ഥം? മൾട്ടിപ്ലൈ ചെയ്യണം എന്നാണ് അല്ലേ? എന്നിട്ട് 5/2. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്ത് കൊടുക്കാം. 5 ഇവിടെ കട്ട് ചെയ്തു, ഇവിടുത്തെ 5ഉം കട്ട് ചെയ്തു, 1. ഇനി 3 ഇവിടെ 1 ടൈം, ഇവിടെ 2 ടൈംസ്. ഇനി നമുക്ക് ഇതിനൊന്നുകൂടി എഴുതി കൊടുക്കാം. -1 × 1 is -1/1 × 2 is 2 +5/2. ഓക്കെ. ഇനി എന്ത് ചെയ്യാം? രണ്ടിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആണ്. ഇവിടെ എഡീഷനാണ് തന്നിട്ടുള്ളത്. -1 + 5 എന്ന് പറയുമ്പോൾ വലുതിൽ നിന്ന് ചെറുത് സബ്ട്രാക്ട് ചെയ്തിട്ട് വലുതിൻ്റെ സൈൻ കൊടുക്കണം. 5 - 1 എന്ന് പറഞ്ഞാൽ 4 ആണ്. വലുതിൻ്റെ സൈൻ പോസിറ്റീവാണ്, അതുകൊണ്ട് ഇവിടെയും സൈൻ പോസിറ്റീവാണ്. പിന്നെ 2 ഉണ്ട്, 2നെ ആഡ് ചെയ്യരുത്, ആഡ് ചെയ്യാതെ തന്നെ എഴുതണം. 4/2. ഇനി ഈ 4/2നെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ചെറുതാക്കാമല്ലോ. അപ്പോൾ 4ൽ 2 2 ടൈംസ്, 2ൽ 2 1 ടൈം.
അപ്പോൾ നമ്മുടെ ആൻസർ 2/1. 2/1 എന്നെഴുതേണ്ട ആവശ്യമില്ലല്ലോ, 2 മതിയല്ലോ. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്ത പ്രോപ്പർട്ടി ഞാൻ എഴുതാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുത്തപ്പോൾ 3/5 പുറത്തെടുത്തു, മൈനസ് സൈനും കൊടുത്തിരുന്നല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ ബ്രാക്കറ്റിൽ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് എഴുതി കൊടുക്കണം. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയാണ് നമ്മളിതിന് യൂസ് ചെയ്തത് കേട്ടോ. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. ഓക്കെ, മനസ്സിലായല്ലോ. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? AB + AC = A × B + C. ഇങ്ങനെ എഴുതുന്നതിനാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഞാനത് ആദ്യത്തിൽ ഇങ്ങനെ ചെയ്തു വന്നപ്പോൾ അങ്ങനെ കാൽക്കുലേഷൻ അങ്ങോട്ട് ചെയ്തു പോയതാണ്. ഈ പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. മനസ്സിലായല്ലോ, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയാണോ യൂസ് ചെയ്തത്. അതിൻ്റെ ജനറൽ ഫോം ഇങ്ങനെയാണ് കേട്ടോ, AB + AC = A × B + C. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് എങ്ങനെയായിരുന്നു? ഇങ്ങനെയുള്ളൊരു ഫോമിലായിരുന്നു അല്ലേ. AB + AC ഒക്കെ ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് A പുറത്തെടുത്തു എന്ന് പറയുമ്പോൾ -3/5 പുറത്തെടുത്തത്. കോമൺ ആയിട്ടുള്ള ഇവിടെ A കോമൺ ആണ്, അത് പുറത്തെടുത്ത പോലെ ഇവിടെ -3/5 പുറത്തെടുത്തു. എന്നിട്ട് നമ്മൾ അതിൻ്റെ കാൽക്കുലേഷൻ ചെയ്തു. അത്രയേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇത് ഈസിയാണ് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ നോക്കാം. ഇവിടെ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ 2/5 × -3/7 -1/6 × 3/2 + 1/14 × 2/5. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതും നമുക്ക് നേരത്തെ ചെയ്ത പോലെ റീഅറേഞ്ച് ചെയ്യാൻ പറ്റുമോ നോക്കാം നമുക്ക്. ഇവിടെ നോക്കൂ, ഇവിടെ ഇതൊരു മൾട്ടിപ്ലിക്കേഷൻ സൈൻ ഉണ്ട്, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ പിന്നെ എന്താണ് റീഅറേഞ്ച്മെൻറ്റിൽ എന്താണ് നമുക്കൊരു കാര്യം കിട്ടാൻ നോക്കാം നമുക്ക്. ഇതിൽ രണ്ടിലും 2/5 ഒക്കെ അടുത്തായിട്ട് കിടക്കുന്നുണ്ട് അല്ലേ. 2/5 അതുപോലെ തന്നെ ഇവിടെ 7, ഇവിടെ 14 ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവർ രണ്ടുപേരും അടുത്ത് എഴുതി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതണം. ഓർഡർ മാറ്റി നമുക്ക് കുറച്ചും കൂടി ഈസി ആയ രീതിയിൽ കാൽക്കുലേഷനൊക്കെ ചെയ്യാൻ പറ്റുന്ന പോലെ എഴുതി കൊടുക്കാം. അപ്പോൾ നമുക്ക് 2/5 ആണല്ലോ, ഇവിടെ 2/5 ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ടേമിനെ നമുക്ക് അടുത്തടുത്ത് എഴുതി കൊടുക്കാം. അപ്പോൾ 2/5 × -3/7 + 1/14 × 2/5 ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഒരു ടേമും കൂടി എഴുതാത്തതുണ്ടല്ലോ. ഈ ടേമിനെ ഞാൻ എഴുതിയിട്ടില്ല അല്ലേ ഇവിടെ. അപ്പോൾ അതിനെ ആ സൈനോട് കൂടി എടുത്തിട്ട് ഇങ്ങോട്ട് എഴുതണം. -1/6 × 3/2. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ കോമൺ ആയിട്ട് ആരാളുള്ളത്? 2/5 അല്ലേ. 2/5 കോമൺ ഉണ്ട്. പിന്നെ നേരത്തെ നമ്മൾ മറ്റേ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒരു മൈനസ് സൈൻ കോമൺ ഉണ്ടായിരുന്നു, അതെടുത്തിരുന്നു. ഇവിടെ മൈനസ് കോമൺ ഒന്നുമില്ല. അതുകൊണ്ട് ആരുടെ കൂടെയാണോ മൈനസ് ഉള്ളത് അതിൻ്റെ കൂടെ തന്നെ നിന്നോട്ടെ. കോമൺ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ പുറത്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ 2/5 പുറത്തു വന്നു. ഇവിടെ നമ്മൾ ഏത് പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്തത്? ഇങ്ങനെ എഴുതുന്നതിന് റീഅറേഞ്ച് ചെയ്ത് ഇങ്ങനെ എഴുതിയതിന് നമ്മൾ യൂസ് ചെയ്ത പ്രോപ്പർട്ടിയാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി കേട്ടോ. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഇത് എഴുതി കൊടുക്കാൻ മറക്കരുത്. ഇത് ഈ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ എഴുതൽ നിർബന്ധമാണ്. നമ്മുടെ അടുത്ത് അപ്രോപ്രിയേറ്റ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോപ്പർട്ടീസും ഏതാണെന്നും കൂടെ ഇവിടെ മെൻഷൻ ചെയ്യൽ നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലെ കോമൺ ആയിട്ടുള്ള 2/5 നമുക്ക് പുറത്തെടുക്കാം. 2/5 പുറത്തെടുത്തു. ഇനി ബ്രാക്കറ്റിൽ 2/5 രണ്ടിൽ 2/5 ആണ് ഇവിടെ കിടക്കുന്നത്. പിന്നെ -3/7 എഴുതി, പ്ലസ് എഴുതി, 1/14 എഴുതി, ഇനി -1/6 × 3/2 ഇത് എഴുതി കൊടുത്തു. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്ത് ഈ പ്രോപ്പർട്ടി എന്താ ഇവിടെ ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് നടത്തിയ ഈ പ്രോപ്പർട്ടിക്ക് നമ്മൾ പറയുന്ന പേരാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി മനസ്സിലായല്ലോ. നേരത്തെ ഞാൻ ഇതിന് മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് നമ്മളത് ചെയ്തത് എന്നൊക്കെ കേട്ടോ. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. എന്താണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് നേരത്തെ പറഞ്ഞല്ലോ ഞാൻ. AB + AC = A × B + C ഇങ്ങനെ എഴുതുന്നതിന് അല്ലേ. 2/5 ഞാൻ ഇങ്ങോട്ട് എഴുതി 2/5. പിന്നെ ബ്രാക്കറ്റിനകത്ത് -3 × 2 -6 ആണ്, by 7 × 2 14 ആണ്, പ്ലസ് 1/14 1/14 മൈനസ്
1/6 ഇൻറ്റു 3/2. ഓക്കെ, ഇനി നമുക്ക് ഈ ബ്രാക്കറ്റിനകത്തുള്ള കാൽക്കുലേഷൻ ചെയ്യാം. 2/5 ഇൻറ്റു -6 + 1 എന്ന് പറയുമ്പോൾ വലുതിൽ നിന്ന് ചെറുത് സബ്ട്രാക്ട് ചെയ്തിട്ട് വലുതിൻ്റെ സൈൻ കൊടുക്കണം. ഇവിടെ 6 ആണ് വലിയ നമ്പർ. 6 - 1 = 5. 6ൻ്റെ കൂടെയുള്ള സൈന് മൈനസാണ്, അത് കൊടുത്തു. -5/14 മൈനസ്, ഇവിടെ നമുക്കിത് കട്ട് ചെയ്യാം. 6ൽ 3 2 ടൈംസ്, 3ൽ 3 1 ടൈം. ഇനി നമുക്ക് എന്ത് എഴുതാം? 1 × 1 1/2 × 2 4. ഓക്കെ, ഇനി 2/5 ഇൻറ്റു -5/14 മൈനസ് 1/4. ഇവിടെ 5ഉം 5ഉം കട്ട് ചെയ്യാം. നമുക്ക് 2ഉം 14ഉം കട്ട് ചെയ്യാം. അപ്പോൾ 1 × -1 എന്ന് പറയുമ്പോൾ -1 ആണ്. പിന്നെ ഇവിടുത്തെ 1 × 7 7 ആണ്. -1/4 എഴുതി. ഇനി ഇവിടെ വീണ്ടും നമുക്ക് എന്ത് വേണം? 7ൻ്റെയും 4ൻ്റെയും LCM കാണണം. അതിൻ്റെ LCM കണ്ടിട്ട് രണ്ടിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. 7ൻ്റെയും 4ൻ്റെ എന്ന് പറയുമ്പോൾ LCM കാണുമ്പോൾ 7 × 4 ചെയ്യണം അല്ലേ? 7 × 4 എന്ന് പറഞ്ഞാൽ 28 ആണ്. അപ്പോൾ 7 28 ആക്കണമെങ്കിൽ 4 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ന്യൂമറേറ്ററും 4 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 4നെ 28 ആക്കാൻ 7 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇനി ഇതിൻ്റെ കാൽക്കുലേഷൻ ചെയ്ത് നോക്കാം. 1 × 4 4 മൈനസ് സൈൻ ഉണ്ട് അതിൻ്റെ കൂടെ, അത് കൊടുക്കാം. /28 മൈനസ് 7/4 × 7 28. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? -4 - 7 എന്ന് പറയുമ്പോൾ -11 ആണ് കിട്ടുന്നത്. പിന്നെ 28 എഴുതി കൊടുക്കാം. -11/28. ഇതാണ് നമ്മുടെ ആൻസർ. ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇവിടെ കാൽക്കുലേഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതിന് 11 വന്നതെന്ന് അറിയോ? ഇവിടെ രണ്ടും മൈനസാണ്. അപ്പോൾ ആ മൈനസ് സൈൻ കൊടുത്തു. 4 + 7 11 ആണ്. പിന്നെ ഇതിൻ്റെ ഡിനോമിനേറ്റർ 28 എഴുതി കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നും, 28 ഇവിടെ എന്താ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയല്ലോ, ഇവിടെ എത്തുമ്പോഴത്തേക്ക് എന്താ മൾട്ടിപ്ലൈ ചെയ്യാത്തത്, അങ്ങനെയൊക്കെ തോന്നും. ഇത് പ്ലസോ മൈനസോ വന്നു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ സെയിം ആക്കിയിട്ട് നമ്മൾ ആ സെയിം ഡിനോമിനേറ്റർ തന്നെയാണ് ആൻസറിലും കൊടുക്കുന്നത്. മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ നമുക്ക് ഡിനോമിനേറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ആൻസറാണ് എഴുതുക. മനസ്സിലായല്ലോ? അവിടെ ഡിനോമിനേറ്റർ സെയിം ആക്കേണ്ട കാര്യമൊന്നുമില്ല. ഏതാണോ ഡിനോമിനേറ്ററുള്ള അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതും. ഇവിടെ അഡീഷനും സബ്ട്രാക്ഷനും വന്നപ്പോഴാണ് നമ്മൾ സെയിം ഡിനോമിനേറ്റർ ആക്കി കൊടുത്തത് കേട്ടോ. അപ്പോൾ ആർക്കും ഇനി ഡൗട്ടൊന്നുമില്ലല്ലോ? എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോൾ നെഗറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ ഇൻട്രഡക്ഷൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലിപ്പോൾ ഈ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് നമുക്കൊന്നുകൂടെ പറയാം. അപ്പോൾ ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ കൂടെ നമ്മൾ ഒരു നമ്പർ കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ 0 എന്ന ആൻസർ കിട്ടണം. ആ നമ്പർ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം, A എന്നൊരു നമ്പർ, അതിൻ്റെ കൂടെ നമ്മൾ എന്തോ ഒരു നമ്പർ കൂടെ കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0 എന്ന ആൻസർ കിട്ടണം. അപ്പോൾ നമുക്ക് അത് ശരിയായിട്ടുള്ളൊരു നമ്പർ വെച്ചിട്ടുള്ളൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം നമുക്ക്. അതായത് ഇപ്പോൾ 2 ആണെന്ന് വിചാരിക്കാം. 2ൻ്റെ കൂടെ ഏതെങ്കിലും ഒരു നമ്പർ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? 0 കിട്ടണം. അപ്പോൾ 2ൻ്റെ കൂടെ ഏത് നമ്പർ ആഡ് ചെയ്താലാണ് നമുക്ക് 0 കിട്ടുക? നമുക്ക് 1 എഴുതി കൊടുത്താലോ 0 തന്നെ എഴുതി കൊടുത്താലും നമുക്ക് 0 എന്ന ആൻസർ കിട്ടില്ല അല്ലേ? അപ്പോൾ 2 + 0 കൊടുത്താൽ എന്തായിരിക്കും? ആൻസർ 2 ആയിരിക്കും. അപ്പോൾ അത് പറ്റില്ല. അങ്ങനെ എന്ത് ചെയ്ത് കൊടുത്താലും നമുക്കിവിടെ 0 കിട്ടുന്നത്. 2ൻ്റെ കൂടെ 2ൻ്റെ ഓപ്പോസിറ്റ് സൈനിലുള്ള സെയിം നമ്പർ തന്നെ കൊടുക്കുക. അപ്പോൾ 2 + -2 എന്ന് പറഞ്ഞാൽ 0 ആണല്ലോ. ഇതിൻ്റെ റൂൾസൊക്കെ നമ്മൾ ഇൻട്രഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പ്ലസ് ഓർ മൈനസിൻ്റെ ഒക്കെ റൂൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് ഒരു നമ്പർ പോസിറ്റീവ് ഒരു നമ്പർ മൈനസും ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നിൽ നിന്ന് മറ്റേത് സബ്ട്രാക്ട് ചെയ്തിട്ട് നമുക്കതിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക. നമ്മൾ സാധാരണ ചെയ്യുക. ഇവിടെ രണ്ടും ഈക്വലാണ്. നമുക്ക് 0 കിട്ടി. 0ക്ക് സൈനിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ 0 എന്ന് എഴുതി. അപ്പോൾ 0 കിട്ടാൻ നമ്മൾ ചെയ്തത് എന്താ? ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ എടുത്തു. അപ്പോൾ എയുടെ കേസിലാണെങ്കിലോ എ പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ -a എന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ ഏത് നമ്പറിൻ്റെയും എന്താണ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ എഴുതി കൊടുക്കുന്നതിനെയാണ് നമ്മൾ പറയുന്നത് ആഡിറ്റീവ് ഇൻവേഴ്സ് എന്ന്. എല്ലാവർക്കും മനസ്സിലായല്ലോ? സംശയമൊന്നുമില്ലല്ലോ? അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള എല്ലാറ്റിൻ്റെയും ഓപ്പോസിറ്റ് സൈൻ എഴുതി കൊടുക്കാം. അത്രയേ ഉള്ളൂ. ഈസിയാണ് കാര്യം. നോക്കാമല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് 28ൻ്റെ ആഡിറ്റീവ് ഇൻവേഴ്സ് എന്തായിരിക്കും?
28ൻ്റെ ഓപ്പോസിറ്റ് സൈൻ എന്താ? അത് പോസിറ്റീവ് ആണെങ്കിൽ -28 എത്ര ഈസി അല്ലേ? അപ്പോൾ -59ൻ്റെയോ -59ൻ്റെ +59 +59 ഓക്കെ. അപ്പോൾ -6/-5 ആണെങ്കിലോ? 2 മൈനസ് ഉണ്ട്. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ കോമൺ ആയിട്ട് എന്തുണ്ടെങ്കിലും നമുക്കത് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് -6/-5ൻ്റെ 2 നെഗറ്റീവ് സൈനും ക്യാൻസൽ ചെയ്തു 6/5 ആക്കിയതിന് ശേഷം വേണം അതിൻ്റെ ആഡിറ്റീവ് ഇൻവേഴ്സ് എഴുതാനായിട്ട്. അപ്പോൾ 6/5ൻ്റെ ആഡിറ്റീവ് ഇൻവേഴ്സ് എന്തായിരിക്കും? -6/5. അതല്ലാതെ നേരെ പോയി ഈ 2 മൈനസും പോസിറ്റീവ് ആക്കുകയല്ല വേണ്ടത്. ഈ 2 മൈനസ് പോസിറ്റീവ് ആക്കി കഴിഞ്ഞാൽ എന്തുണ്ടാവും? അവിടെ -6/-5 ഉണ്ട്. അതിൻ്റെ രണ്ടും നമ്മൾ പോസിറ്റീവ് ആക്കി എഴുതി കഴിഞ്ഞാൽ 6/5. അതും ഇതും സെയിം ആണ്. അത് നമുക്ക് രണ്ടും കോമൺ ആയിട്ട് മേലെ താഴെ ഉള്ളത് നമ്മൾ എപ്പോഴും ക്യാൻസൽ ചെയ്ത് കളയാറുണ്ട് അല്ലേ? അപ്പോൾ 3/6 ഒക്കെ ആണെങ്കിൽ നമ്മൾ നമ്പർ നോക്കും, 3ൽ 3 1 ടൈം, 6ൽ 3 2 ടൈംസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ചെറുതാക്കില്ലേ? അതുപോലെ തന്നെ 6/6 തന്നെ ആയിരുന്നെങ്കിൽ നമുക്ക് 2 6ഉം കട്ട് ചെയ്ത് അവിടെ 1 1 അങ്ങനെ വരും. അതുപോലെ നമുക്കിവിടെ മൈനസ് വന്നു കഴിഞ്ഞാൽ 2 മൈനസും കട്ട് ചെയ്തിട്ട് ആൻസറിൽ പോസിറ്റീവായിട്ട് വരും. ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ വീണ്ടും പറയണം. ഇൻട്രഡക്ഷൻ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആവും. അപ്പോൾ നമുക്കിവിടെ എഡിറ്റീവ് ഇൻവേഴ്സ് കിട്ടിയത് -6/-5ൻ്റെത് +6/+5 അല്ല എഴുതേണ്ടത്. അതിങ്ങനെ ക്യാൻസൽ ചെയ്തതിന് ശേഷം നമുക്ക് 6/5 കിട്ടിയിട്ട് അതിനെ -6/5 എന്ന എഡിറ്റീവ് ഇൻവേഴ്സ് കൊടുക്കണം. മനസ്സിലായല്ലോ? ഇനി അടുത്തത് നോക്കാം. നമുക്ക് 2/-9 ഇത് നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് എഴുതണം. ഈ മൈനസ് സൈന് മേലെ വന്നാലും താഴെ വന്നാലും ഇത് മൊത്തത്തിൽ മൈനസ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ -2/9 എന്ന് എഴുതാം. ഓക്കെ. ഇനി നമുക്കിതിൻ്റെ ഇൻവേഴ്സ് എഴുതണം. ഇതിൻ്റെ ഇൻവേഴ്സ് എങ്ങനെ എഴുതുന്നത്? ഇതിൻ്റെ ഇൻവേഴ്സ് ഈ മൈനസ് സൈൻ മാറി പോസിറ്റീവായി, അപ്പോൾ 2/9 ഇതാണ് ഇതിൻ്റെ ഇൻവേഴ്സ്. ഇനി അടുത്തത് നോക്കൂ, 19/-6 ഇതിൻ്റെ ഇൻവേഴ്സ് എഴുതണമെങ്കിലോ 19/-6 എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതി. അപ്പോൾ -19/6 എന്ന് എഴുതി. ഇതിൻ്റെ ആഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് 19/6 ആണ്. മനസ്സിലായല്ലോ? എല്ലാവർക്കും ആൻസറുകളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണം. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. വെരിഫൈ ദാറ്റ് -(-x) = x ഫോർ x = 115 ഉണ്ട്. പിന്നെ x = -13/17. ഇത് രണ്ടും നമ്മൾ സോൾവ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടല്ലോ. നമുക്ക് -(-x) = x ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. ഇവിടെ ഈ എക്സിനൊക്കെ പകരമായിട്ട് നമ്മൾ 115 എന്ന് എഴുതി കൊടുക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ അതിലുള്ളത് പോലെ തന്നെ എഴുതുക. എക്സിന് പകരം 115 എന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്? -(-115) = 115. മനസ്സിലായല്ലോ? ഇനി -(-) 2 മൈനസുകൾ അടുത്തടുത്ത് കണ്ടാൽ നമ്മൾ എന്ത് വേണം? ഇവരെ രണ്ടുപേരും മൾട്ടിപ്ലിക്കേഷനാണ് അല്ലേ? മൈനസ് ഇൻറ്റു മൈനസ് ആണത്. ഈ മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്ലസ് ആണ് അല്ലേ? നമ്മൾ ഏത് നമ്പർ ഇപ്പോൾ -2 × -2 ചെയ്യുമ്പോൾ നമ്മൾ ആൻസർ എഴുതുമ്പോൾ 4 മാത്രം മതി അല്ലേ? +4 ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് ഇതും മൈനസ് ഇൻറ്റു മൈനസ് ആണ്. ഇവിടെ ബ്രാക്കറ്റ് കൊടുക്കുന്നത് മൈനസ് ഇൻറ്റു മൈനസ് എന്നാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി. അപ്പോൾ +115 എന്ന് കിട്ടി. അപ്പോൾ ഇത് വെരിഫൈ ചെയ്തല്ലോ. നമ്മൾ RHS = LHS -(-) എന്ന് പറയുമ്പോൾ നമുക്ക് 115 എഴുതാം, 115 എഴുതാം. അപ്പോൾ എന്താ നമുക്ക് കിട്ടിയത്? LHS = RHS. അപ്പോൾ നമ്മുടെ ആൻസറിൽ നമ്മൾ എന്ത് എഴുതണം? ഹെൻസ് വെരിഫൈഡ്. ഓക്കെ. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. കണ്ടോ? വെരിഫൈ ദാറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ ഇങ്ങനെ ആയിരിക്കണം. ഹെൻസ് വെരിഫൈഡ് എന്ന് എഴുതിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ അതേ റൂള് തന്നെയാണ് ഇനിയും ചെയ്യുന്ന അടുത്ത ക്വസ്റ്റ്യൻ ഉള്ളതും നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? -(-x) = x. ഇത് പ്രൂവ് ചെയ്യണം അല്ലേ? അപ്പോൾ എക്സ് ഉള്ള പൊസിഷനിലൊക്കെ നമ്മൾ ഇവിടെ എഴുതി കൊടുക്കേണ്ടത് -13/17 എന്നാണ്. അപ്പോൾ ഇനി എക്സിന് പകരം നമ്മൾ എന്ത് എഴുതണം? എക്സിന് പകരം -(-) ഇവിടെ എഴുതിയിട്ട് എക്സിന് പകരം -13/17 എന്ന് എഴുതണം. ആ മൈനസ് വേറെ തന്നെ എഴുതണം കേട്ടോ.
വേറെ തന്നെ മൈനസ് എഴുതി -13/17. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്. ഓക്കെ ഓക്കെ, ഇങ്ങനെ എഴുതി കൊടുക്കണേ. എന്നിട്ട് എക്സിൻ്റെ പൊസിഷനിൽ -13/17 എന്ന് എഴുതണം. അപ്പോൾ ഇവിടെ നമുക്ക് എന്തായി, മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസ് ആയല്ലോ, പ്ലസ് ആയി. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് -13/17 എന്ന് തന്നെ എഴുതാം, ഈക്വൽസ് ടു -13/17. ഇനി നമുക്ക് പ്ലസ് ഇൻറ്റു മൈനസ് 13/17 എന്ന് പറയുമ്പോൾ പ്ലസ് ഇൻറ്റു മൈനസ് ആണേ. അപ്പോൾ നമുക്ക് -13/17 ഈക്വൽസ് ടു -13/17. ഇവിടെ ഇപ്പം എന്താ സംഭവിച്ചത്, LHSഉം RHSഉം ഈക്വൽ ആയി അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ആൻസർ നമുക്ക് എഴുതി കൊടുക്കാം. LHS ഈക്വൽസ് ടു RHS, ഹെൻസ് വെരിഫൈഡ്. മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്തു, മൈനസ് ഇൻറ്റു മൈനസ് ചെയ്യുമ്പോൾ നമ്മൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി, പിന്നെ പ്ലസ് ഇൻറ്റു മൈനസ് വന്നപ്പോൾ അത് വീണ്ടും മൈനസ് ആയി. രണ്ട് സൈഡിൽ നമുക്ക് -13/17 കിട്ടി. ശരിക്കും മനസ്സിലായല്ലോ. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ആ ഒരു കൺഫ്യൂഷൻ എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ അങ്ങോട്ട് എഴുതി വെക്കുക. ഫൈൻഡ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് ദ ഫോളോയിങ്. അപ്പോൾ നമുക്ക് ഈ 4th ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് പാർട്ട് ഒന്ന് നോക്കാം. ഫസ്റ്റ് പാർട്ട് എന്താണ്, -13. ഇതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് നമുക്ക് എഴുതേണ്ടത്. എന്താണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്, ഓർമ്മ ഉണ്ടോ പഠിച്ചത്? ഞാൻ ഇൻട്രഡക്ഷൻ വീഡിയോയിൽ കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ഒന്ന് കണ്ടിട്ട് വന്നതാണെങ്കിൽ ഇപ്പോൾ കുട്ടികൾ ആൻസർ എഴുതിയിട്ടുണ്ടാവും. എന്നാലും നമുക്ക് ഒന്നുകൂടെ ഒന്ന് പറയാം. അപ്പോൾ നമുക്കൊരു നമ്പർ വെച്ച് തന്നെ അതിൻ്റെ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അതായത് ഇപ്പോൾ ഞാനൊരു നമ്പർ ഇവിടെ 3 എന്നെടുത്തു. 3നെ എന്തുകൊണ്ടെങ്കിലും മൾട്ടിപ്ലൈ ചെയ്താൽ 1 കിട്ടണം. 1 കിട്ടിയാൽ അത് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണെന്ന് പറയാം. 1 അല്ല മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്, ഇവിടെ നമ്മൾ എഴുതാൻ പോകുന്ന നമ്പർ 3 ആയിട്ട് ഏതോ ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 1 എന്ന ആൻസർ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏതുമായിട്ട് വേണമെങ്കിലും ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് 3 × 0 എത്ര കിട്ടുന്നത്, 0 ആണ്. 3 × 1 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 3 ആണ് കിട്ടുന്നത്. 1 എന്ന് വേണം നമുക്ക് ആൻസർ കിട്ടാൻ. എന്ത് ചെയ്യണം, നമ്മൾ ആൻസർ 1 കിട്ടുന്ന രീതിയിലുള്ള ഒരു നമ്പർ നമുക്ക് കിട്ടണം. അതിനുവേണ്ടി നമ്മൾ ഈ 3നെ ഇങ്ങനെ 3/1 എന്ന് എഴുതി, ഇൻറ്റു ഇതിൻ്റെ റെസിപ്രോക്കൽ എഴുതണം. റെസിപ്രോക്കൽ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, പിന്നെ ഇൻട്രഡക്ഷൻ വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. എന്തായാലും ഒന്നുകൂടി പറയാം. അപ്പോൾ 3/1 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ തിരിച്ചെഴുതുക. ഇതിൻ്റെ ഡിനോമിനേറ്റർ മേലെയും ന്യൂമറേറ്റർ താഴെയുമായിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, അതിൻ്റെ റെസിപ്രോക്കൽ കിട്ടി. ഈ റെസിപ്രോക്കലായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക നമ്മളിതിനെ. അപ്പോൾ നമുക്ക് 3 × 1 എന്ന് പറഞ്ഞാൽ 3 ആണ്. 1 × 3 എന്ന് പറഞ്ഞാലും 3 ആണ്. ഈ 3യും 3യും ക്യാൻസലായി. ഇപ്പോൾ ഇവിടെ എന്താ ഉള്ളത്, 1/1 അല്ലേ. 1/1 എന്ന് പറഞ്ഞാൽ 1 ആണ്. നമ്മുടെ അടുത്ത് എന്താ പറഞ്ഞത്, 3 ആയിട്ട് എന്തോ ഒരു സാധനം മൾട്ടിപ്ലൈ ചെയ്താൽ 1 കിട്ടണം. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത ആ ഒരു നമ്പറാണ് നമ്മുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായോ? അപ്പോൾ ഏത് നമ്പറിൻ്റെ ആണെങ്കിലും അതിൻ്റെ റെസിപ്രോക്കൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കിട്ടും. എന്നാൽ എല്ലാവരും ഒന്ന് നോക്കിയേ, 2/3യുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്തായിരിക്കും, ഇതിൻ്റെ റെസിപ്രോക്കൽ, അതിനെ തിരിച്ചെഴുതുക. അപ്പോൾ 3/2 അല്ലേ അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ഇനി ആർക്കും ഡൗട്ടൊന്നുമില്ലല്ലോ. ഇനി കൂടുതൽ എക്സാമ്പിൾസ് വേണോ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഉടനെ കമൻറ്റ് സെക്ഷനിൽ പോകും, നമ്മളതിൽ നമ്മുടെ ഡൗട്ട് ടൈപ്പ് ചെയ്യുന്നു, അപ്പോൾ ഞാൻ അതിൻ്റെ ആൻസർ പറഞ്ഞു തരുന്നു. അത്രയേ ഉള്ളൂ. ഓക്കെ, എല്ലാവരും റെഡി ആയിട്ട് ഇരിക്കാം. നമുക്ക് അടുത്ത ഓരോ ക്വസ്റ്റ്യൻസായിട്ട് നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം കേട്ടോ. ഇവിടെയുള്ള ഓരോ ക്വസ്റ്റ്യൻസും നോക്കി എങ്ങനെയുണ്ടെന്ന് ഇപ്പം തന്നെ ഓരോരുത്തർ ആൻസർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ. അത്ര ഈസി അല്ലേ ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം കേട്ടോ. ഓക്കെ, -13 ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ -13നെ നമുക്ക് അതിൻ്റെ റെസിപ്രോക്കൽ എഴുതണം. അപ്പോൾ ഒന്ന് നോക്കാം. -13 നമ്മൾ ആദ്യം തന്നെ ഒരു ഫ്രാക്ഷൻ ഫോമിൽ എഴുതി കൊടുക്കുക അല്ലേ. -13/1. അപ്പോൾ അതിൻ്റെ അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആരായിരിക്കും, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് -13 ഇതിൻ്റെ തിരിച്ചെഴുതണം നമ്മൾ 1/13.
-13. ഇതാണ് അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ഇനി ഇത് നോക്കൂ, -13/19. ഇതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്തായിരിക്കും? എല്ലാവർക്കും അറിയാലോ. നമ്മളിതിൽ സൈനൊന്നും മാറ്റാൻ പോകരുത് കേട്ടോ. സൈനൊന്നും മാറ്റരുത്. അത് ആഡിറ്റീവ് ഇൻവേഴ്സിലാണ് സൈൻ മാറ്റുന്നത്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിൽ ആരും സൈനൊന്നും മാറ്റരുത്. ഇവരെ തിരിച്ചെഴുതണം. അപ്പോൾ ഒരുവിധം കുട്ടികളൊക്കെ ഇപ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും അല്ലേ? -13 താഴോട്ട് വന്നു അല്ലേ? അപ്പോൾ നമുക്ക് 19/-13 എന്ന് എഴുതിയിട്ടുണ്ടാവും. നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലാണ് എഴുതുക നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുക എന്ന് പറഞ്ഞാൽ എന്താ? ഈ മൈനസ് മേലോട്ട് വന്നോട്ടെ. -19/13. മൈനസ് താഴെ ആയാലും മേലെ ആയാലും ഒക്കെ വാല്യൂ ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുമ്പോൾ എപ്പോഴും മേലത്തെ നമ്പറിൻ്റെ അടുത്ത് ആ മൈനസ് എഴുതി കൊടുക്കുക കേട്ടോ. ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവും ഒന്നല്ല. ഈ മൊത്തം നമ്പറിനെ നമ്മൾ നെഗറ്റീവായിട്ടാണ് പറയുന്നത്. ഇതൊരൊറ്റ ഫിഗറാണ്. അപ്പോൾ അതിൽ നമ്മൾ എന്ത് വേണം? മൈനസ് മേലെ കൊടുക്കണം കേട്ടോ. ആരും തെറ്റിക്കരുത്. എല്ലാവർക്കും ആൻസർ മനസ്സിലായല്ലോ? ഡൗട്ടൊന്നുമില്ലല്ലോ? അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ നമുക്ക്. അതായത് 1/5 എല്ലാവരും എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഇതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ്. 1/5നെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ 5/1 കിട്ടും. പക്ഷേ നമ്മൾ എന്താ പറഞ്ഞത്? സ്റ്റാൻഡേർഡ് ഫോമൊക്കെ അറിയുന്ന നമ്മൾ 5 എഴുതിയാൽ മതി. 5/1 എഴുതേണ്ട ആവശ്യമില്ല അല്ലേ? അപ്പോൾ ഇങ്ങനെ തന്നെ എഴുതാം. 5/1 എഴുതിയിട്ട് =5 എന്ന് എഴുതിയാൽ എന്താ? അവിടെ ആ ആൻസർ കംപ്ലീറ്റ് ആയി. അതുകൊണ്ടാണ് കേട്ടോ. ഇനി അടുത്തത് നോക്കിയേ. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് -5/8 ഇൻറ്റു -3/7 ആണ്. അപ്പോൾ നേരെ പോയി ഇതിനെല്ലാം തിരിച്ചിടുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? ഇത് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്. 5 × 3 15 ആണ്. പിന്നെ /8 × 7 56. ഓക്കെ, അപ്പോൾ ഇതുപോലെ കിട്ടി. ഇനി ഇതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് നമുക്ക് എഴുതാം. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താ? അതിൻ്റെ തിരിച്ചങ്ങോട്ട് എഴുതാം. 56/15 അത്രയേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ? -1 ഇൻറ്റു -2/5 ആണ് അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് രണ്ട് മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ് കിട്ടും. 1 × 2 2 ആണ്. 2/5 എഴുതി. ഇനി മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഇതിൻ്റെ എന്താ വരുന്നത്? 2/5. അത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ 5/2 അല്ലേ? ഇതാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ -1 എന്നാണ്. അപ്പോൾ -1 എഴുതി നമ്മൾ. -1/1 എന്ന് എഴുതി. ഇതിൻ്റെ റെസിപ്രോക്കൽ എങ്ങനെയായിരിക്കും? ഇതിൻ്റെ റെസിപ്രോക്കൽ നമുക്ക് 1/-1 അല്ലേ? അപ്പോൾ 1/-1 എന്ന് പറഞ്ഞാൽ എന്താ? -1/1. ഞാൻ പറഞ്ഞില്ലേ നമ്മളെപ്പോഴും മൈനസ് സൈൻ മേലെ കൊടുക്കണം. പിന്നെ -1/1 എന്ന് പറഞ്ഞാൽ എന്താ? -1 തന്നെ. അപ്പോൾ നമുക്ക് -1ൻ്റെ റെസിപ്രോക്കലും -1 തന്നെയാണ്. ഒരു മാറ്റവും വന്നില്ല അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഡൗട്ടൊന്നുമില്ലല്ലോ? എല്ലാവർക്കും എല്ലാം കറക്റ്റായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പണി ചെയ്യുന്നേ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കും നിങ്ങൾ. ഞാൻ എല്ലാം പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് നെയിം ദ പ്രോപ്പർട്ടി അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ യൂസ്ഡ് ഇൻ ഈച്ച് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഒരു 3 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഇവിടുത്തെ ഓരോ ക്വസ്റ്റ്യനിലും എന്ത് പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ പറയണം. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് സോൾവ് ചെയ്യാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുള്ളത് -4/5 ഇൻറ്റു 1 = 1 × -4/5 = -4/5 എന്നാണ്. ഇവിടെ നമുക്ക് -4/5നെ 1 മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് 1നെ -4/5 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ കിട്ടിയ ആൻസർ -4/5 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ എഴുതേണ്ടത് വെറും പ്രോപ്പർട്ടി എന്താണെന്ന് മാത്രമാണ്. അതല്ലാതെ നമ്മളിവിടെ ക്വസ്റ്റ്യനിൽ കണ്ടില്ലേ, നമ്മുടെ അടുത്ത് എന്താ ചോദിച്ചിട്ടുള്ളത്? നെയിം ദ പ്രോപ്പർട്ടി അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ യൂസ്ഡ് ഇൻ ഈച്ച് ഓഫ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് തന്നിട്ടുള്ളത്. നമ്മൾ ആദ്യം തന്നെ കണ്ടത് എന്താ? 1 മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളത്. 1 ഏത് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താലും ആ നമ്പറിൻ്റെ വാല്യൂ മാറുന്നില്ല. അതിന് നമ്മൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പോയാൽ കാണാം കേട്ടോ. അതിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1 ഏത് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താലും വാല്യൂ മാറുന്നില്ല എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ നമുക്ക് ഒരു പ്രോപ്പർട്ടി ഇവിടെ കിട്ടി, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. ഓക്കെ, അപ്പോൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. നമ്മൾ ആ നമ്പറിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ആ നമ്പറിന് വാല്യൂവിൽ മാറ്റമൊന്നും വന്നില്ല. അപ്പോൾ അത് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ആണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ വേറൊരു കാര്യം കണ്ടല്ലോ. ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു പ്രോപ്പർട്ടി A × B
ഈക്വൽസ് ടു ബി ഇൻറ്റു എ. ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ്റെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. ഇതിൻ്റെ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലൊന്നും ഒരു പ്രശ്നവുമില്ല, അതിൻ്റെ വാല്യൂ മാറുന്നില്ല എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യമാണ് ഇവിടെ അടുത്തതായിട്ട് യൂസ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടി. അതാണ് -4/5 ഇൻറ്റു 1 ഈക്വൽസ് ടു അത് തിരിച്ചു 1 ഇൻറ്റു -4/5. അപ്പോഴും വാല്യൂ ഒന്നും മാറിയില്ല. അപ്പോൾ നമുക്ക് എഴുതാം ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള അടുത്ത പ്രോപ്പർട്ടി കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. ഇങ്ങനെ 2 പ്രോപ്പർട്ടീസ് ഇതിൽ നമുക്ക് കാണുന്നുണ്ട് അല്ലേ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനിയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്ത് പ്രോപ്പർട്ടി എവിടെ യൂസ് ചെയ്തിട്ടുള്ളതെന്ന് അല്ലേ. -13/17 ഇൻറ്റു -2/7 ഈക്വൽസ് ടു -2/7 ഇൻറ്റു -13/17. എന്താ ഇവിടെ വന്നത്? എ ഇൻറ്റു ബി ഈക്വൽസ് ടു ബി ഇൻറ്റു എ അല്ലേ. ഇവിടുത്തെ എ എന്ന് പറഞ്ഞാൽ -13/17, ബിയുടെ പൊസിഷനിൽ -2/7. അത് തിരിച്ചിട്ടപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? സെയിം തന്നെയാണ് ആൻസർ കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് നമ്മൾ പറയുന്ന പേരാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഓക്കെ, ഇവിടെ എന്താ ക്വസ്റ്റ്യൻ? -19/29 ഇൻറ്റു 29/-19. സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുമ്പോൾ മൈനസ് വിലക്കൊക്കെ വരും കേട്ടോ. ഇത് ക്വസ്റ്റ്യനിലുള്ള അതുപോലെ ഞാൻ എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് 1 കിട്ടണമെങ്കിൽ ഇതേ 19 ഒക്കെ കട്ട് ചെയ്തിട്ട് ഇപ്പം തന്നെ നമ്മൾ പറഞ്ഞല്ലേ ഉള്ളൂ മറ്റേ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യുന്നത് എങ്ങനെ? ഇത് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. റെസിപ്രോക്കൽ അല്ലേ, -19/29 റെസിപ്രോക്കൽ ആണല്ലോ ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് 29/-19 എഴുതിയപ്പോൾ നമുക്ക് ആൻസർ 1 കിട്ടുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം. ഓക്കെ, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന പ്രോപ്പർട്ടിയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. കുഞ്ഞു ക്വസ്റ്റ്യൻസ് അല്ലേ, എത്ര ഈസിയാന്ന് നോക്കിയേ. ഇനി നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് multiply 6/13 by the reciprocal of -7/6. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കണം. കുഞ്ഞു ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നമ്മുടെ അശ്രദ്ധ കൊണ്ട് തെറ്റിപ്പോവാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് വേണം? മൾട്ടിപ്ലൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തിനാ? 6/13. എന്തായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? റെസിപ്രോക്കൽ ഓഫ് -7/6. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് -7/6ൻ്റെ റെസിപ്രോക്കൽ എന്താ നോക്കാം. തിരിച്ചെഴുതുക. റെസിപ്രോക്കൽ എന്താ? 6/7 -7 ഉള്ളത് ഇവിടെ കൊടുത്തു നമ്മൾ. ഓക്കെ, അപ്പോൾ -6/7 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാലോ. 6/13 എഴുതി ഇൻറ്റു -6/7. അപ്പോൾ നമുക്ക് 6 × 6 36 കൂടെ ഒരു മൈനസ് സൈൻ ഉണ്ട്, അതിനെ നമ്മളിവിടെ എഴുതി കൊടുത്തു. ഇനി 13 × 7 ചെയ്ത് നോക്കാം. 3 7s are 21, 1 here, 2 here, 1 7s are 7, 7 + 2 is 9. ഓക്കെ, അപ്പോൾ നമുക്ക് -36/91 എന്ന് കിട്ടി. റെഡി അല്ലേ? എല്ലാവർക്കും മനസ്സിലായല്ലോ? കറക്റ്റ്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കറക്റ്റ് അല്ലേ? എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണോ? ഡൗട്ടൊന്നുമില്ലല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ടെൽ വാട്ട് പ്രോപ്പർട്ടി അലൗസ് യു ടു കമ്പ്യൂട്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടി എന്താണെന്ന് മാത്രം നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളൂ, സോൾവ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. എല്ലാവരും ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക. ഇതിലിപ്പോൾ എന്താ നമുക്ക് കാണുന്നത്? 1/3 ഇൻറ്റു ഒരു ബ്രാക്കറ്റിനകത്ത് 6 × 4/3 എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ വേറെ 1/3 × 6 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ഇവിടെ 4/3 എന്നും എഴുതിയിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ള? 1/3 6 4/3 ഇവിടെയുണ്ട്, 1/3 6 4/3. ഇവരെ ആദ്യം ഈ 6 × 4/3 മൾട്ടിപ്ലൈ ചെയ്തിട്ട് പിന്നെ 1/3 മൾട്ടിപ്ലൈ ചെയ്യുന്ന കേസാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ 1/3 × 6 ചെയ്തിട്ട് പിന്നെ ആ ആൻസറിൻ്റെ കൂടെ 4/3 മൾട്ടിപ്ലൈ ചെയ്യുന്ന കേസാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിത് ചെയ്ത് നോക്കാം. ഇതിലിപ്പോൾ നമ്മൾ പറഞ്ഞ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ നോക്കൂ, A × B × C എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ബിയും സിയും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് A മൾട്ടിപ്ലൈ ചെയ്താലും ഇതുപോലെ A × B × C എന്നുള്ളതിന് പകരം നമുക്ക് എയും ബിയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് സി മൾട്ടിപ്ലൈ ചെയ്താലും ഒരേ ആൻസർ കിട്ടുമെന്ന് നമ്മളൊരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. ആ പ്രോപ്പർട്ടി എന്ത് പ്രോപ്പർട്ടിയാണെന്ന് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? ആ പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പേരാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി.
ഓക്കെ, നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ ഒന്നും ഇവിടെ എഴുതേണ്ട കാര്യമില്ല. നമുക്ക് അറിയുന്ന ആ പ്രോപ്പർട്ടിയുടെ പേര് മാത്രം മതി. നമ്മുടെ ക്വസ്റ്റ്യനിൽ ടെൽ വാട്ട് പ്രോപ്പർട്ടി അലൗസ് യു ടു കമ്പ്യൂട്ട് എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. നമ്മൾ ഈ പ്രോപ്പർട്ടിയുടെ പേര് മാത്രം എഴുതേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഈസ് 8/9 the multiplicative inverse of -1 1/8? why or why not? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള എന്താ? 8/9 -1 1/8ൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണോ അല്ലേ എന്നാണ് ചോദ്യം. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണെങ്കിൽ ഇവർ രണ്ടുപേരും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ എന്ത് കിട്ടണം? 1 എന്ന് കിട്ടണം. ആൻസർ 1 അല്ല കിട്ടിയതെങ്കിൽ നമുക്ക് പറയാം ഇവർ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് അല്ല എന്ന് പറയാം. ഇവർ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണെങ്കിൽ നമുക്ക് ആൻസർ 1 കിട്ടും. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. 8/9 ഇൻറ്റു -1 1/8. ഓക്കെ, അപ്പോൾ ഇത് ഒന്ന് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ മിക്സ് ഫ്രാക്ഷനെ ഒന്ന് ഇംപ്രോപ്പർ ഫ്രാക്ഷനായിട്ട് എഴുതാം. അപ്പോൾ ഇതിന് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ 8/9 ഇൻറ്റു -1 1/8നെ നമ്മളെങ്ങനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുന്നത്? -1 1/8 ഉണ്ട്. ഇത് നമ്മൾ 1 × 8 ഫസ്റ്റ് ചെയ്യണം. 1 × 8 എന്ന് പറയുമ്പോൾ നമുക്ക് 1 × 8 എന്ന് പറഞ്ഞാൽ 8 + 1 9. അപ്പോൾ നമുക്ക് 9 എഴുതാം. ഈ മൈനസ് ഇവിടെ എഴുതാം. ഇതിൻ്റെ ഡിനോമിനേറ്റർ ഇവിടെ. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ആൻസർ, ഇതിൻ്റെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ നമുക്ക് കിട്ടിയത് -9/8 ആണ്. അതിവിടെ എഴുതി കൊടുക്കാം. -9/8 എന്ന് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 8ഉം ഈ 8ഉം ക്യാൻസൽ ചെയ്യാം. ഈ 9ഉം ഈ 9ഉം ക്യാൻസൽ ചെയ്യാം. ഇവിടെ 1 വന്നു അല്ലേ? അപ്പോൾ നമുക്ക് എന്താ ഇപ്പോൾ ആൻസർ കിട്ടിയത്? ഇവിടെ ഒരു 1, എല്ലായിടത്തും ഓരോ 1 ഉണ്ടാവും അല്ലേ? ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 1 × -1 ആണ് /1. അപ്പോൾ നമുക്ക് -1 എന്നാണ് ആൻസർ കിട്ടിയത്. -1 ആൻസർ കിട്ടിയാൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആവില്ല. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആകണമെങ്കിൽ 1 എന്ന് തന്നെ കിട്ടണം. പോസിറ്റീവ് 1 തന്നെ ഇരിക്കണം അത്. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ ഫൈനലി എങ്ങനെ എഴുതി കൊടുക്കാം? 8/9 ഈസ് നോട്ട് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് -1 1/8 എന്ന് എഴുതി കൊടുക്കാം. എന്തുകൊണ്ടാണെന്ന് കാര്യമൊക്കെ മനസ്സിലായില്ലേ? നമ്മൾ ആൻസർ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത് -1 എന്നാണ് ആൻസർ. -1 എന്ന ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആവില്ല കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. ഇഫ് 0.3 the multiplicative inverse of 3 1/3, why or why not? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 0.3 എന്ന് പറയുന്നത് 3 1/3യുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണോ അല്ലയോ? അതൊരു ക്വസ്റ്റ്യൻ. ആണെങ്കിൽ എന്തുകൊണ്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ട്, നമ്മൾ റീസൺ കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ഇവർ രണ്ടുപേരും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 1 കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. പോസിറ്റീവ് 1 തന്നെ കിട്ടണം. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണെന്ന് പറയും. പോസിറ്റീവ് 1 കിട്ടിയില്ല, വേറെ എന്തെങ്കിലും നമ്പറാണ് കിട്ടിയതെങ്കിൽ നമ്മൾ പറയും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് അല്ല എന്ന്. അല്ലേ? റെഡി അല്ലേ? അപ്പോൾ നമുക്കിതൊന്ന് എഴുതി നോക്കാം. 0.3 × 3 1/3 ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ 0.3നെ നമുക്കൊന്ന് ഫ്രാക്ഷൻ ഫോമിൽ എഴുതാം. 3/10 എന്ന്. ഒരു ഡെസിമൽ പ്ലേസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ /10 എഴുതി. അത് കഴിഞ്ഞു. ഇൻറ്റു ഇതിനെ നമുക്ക് മിക്സ് ഫ്രാക്ഷനെ മാറ്റി ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാം. അപ്പോൾ എങ്ങനെ ചെയ്യുന്നത്? 3 × 3 9, 9 + 1 10, 10/3. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവരെ ക്യാൻസൽ ചെയ്യാം അല്ലേ? 3 ൽ 3 1 ടൈം, 3 ൽ 3 1 ടൈം, 10 ൽ 10 1 ടൈം, 10 ൽ 10 1 ടൈം. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 1 × 1 1 1 × 1 1 1/1 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണല്ലോ. നമ്മുടെ ആളല്ലേ ഇത്? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് അല്ലേ? 1 കിട്ടിയാലോ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 0.3 ഈസ് ദ multiplicative inverse of 3 1/3. ഓക്കെ, 3 1/3യുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു ഇത് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണെന്ന്. അപ്പോൾ ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താ? അതിൻ്റെ റീസൺ പറയണം. റീസൺ പറയാനായിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടി ഇവിടെ എഴുതി കൊടുക്കാം. 0.3 × 3 1/3 = 1. So 0.3 is the multiplicative inverse of 3 1/3 അങ്ങനെ കൊടുക്കാം കേട്ടോ.
അപ്പോൾ നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആയി. അപ്പോൾ എല്ലാവരും ഇത് ചെയ്തോളൂല്ലോ. ആർക്കും ഡൗട്ടൊന്നുമില്ലല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ റേഷണൽ നമ്പർ ദാറ്റ് ഡസ് നോട്ട് ഹാവ് എ റെസിപ്രോക്കൽ. റെസിപ്രോക്കൽ ഇല്ലാത്ത ഒരു റേഷണൽ നമ്പർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഏത് നമ്പർ എഴുതിയാലും നമുക്ക് റെസിപ്രോക്കൽ ഉണ്ട്. പക്ഷെ നമ്മൾ 0 എഴുതി കഴിഞ്ഞാൽ നോക്കിയേ, സീറോയെ നമ്മൾ 0/1 എന്ന് എഴുതിയെന്ന് വിചാരിക്കുക. ഇതിൻ്റെ റെസിപ്രോക്കൽ നമ്മൾ എഴുതുന്നത് 1/0 ആയിരിക്കും. ഇത് ഇതുവരെ ഡിഫൈൻ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്പർ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് 0ക്ക് റെസിപ്രോക്കൽ ഇല്ല. അപ്പോൾ ദ റേഷണൽ നമ്പർ ദാറ്റ് ഡസ് നോട്ട് ഹാവ് എ റെസിപ്രോക്കൽ, അത് ഒരു 0 ആണ്. നമുക്ക് അതിനെ 0 എന്ന് എഴുതി കൊടുക്കാം. ഓക്കെ. ഇനി അടുത്തത് ദ റേഷണൽ നമ്പേഴ്സ് ദാറ്റ് ആർ ഈക്വൽ ടു ദെയർ റെസിപ്രോക്കൽസ്. എങ്ങനെ, ഏത് റേഷണൽ നമ്പറിനാണ് അതിൻ്റെ റെസിപ്രോക്കലും ആ നമ്പറും ഈക്വൽ ആകുന്നത്? അപ്പോൾ നമ്മൾ 2 ഒക്കെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ 2/1 1/2 ഈക്വൽ അല്ല. പക്ഷെ 1ൻ്റെ കാര്യം നോക്കിയാൽ 1ന് നമ്മൾ 1/1 എന്ന് എഴുതി. അതിൻ്റെ റെസിപ്രോക്കൽ എഴുതി കഴിഞ്ഞാലും 1/1 തന്നെയാണ്. അപ്പോൾ ഒരു ആൻസർ നമുക്ക് കിട്ടി, 1 എന്ന്. പക്ഷെ ഇവിടെ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് നമ്പേഴ്സ് എന്നാണ്. അപ്പോൾ ഒരാളും കൂടെ എങ്കിലും ഉണ്ടാവും അല്ലേ. നോക്കാം -1 നോക്കാം. -1/1 അതിൻ്റെ റെസിപ്രോക്കൽ 1/-1. അപ്പോൾ നമുക്ക് -1 എന്ന് തന്നെയാണ് അത് കിട്ടുന്നത് അല്ലേ. അപ്പോൾ 1 ആൻഡ് -1 അതാണ് ഇതിൻ്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യനോ, ദ റേഷണൽ നമ്പേഴ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇറ്റ്സ് നെഗറ്റീവ്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ വേറെ ആരുമില്ല ഈക്വൽ ടു നെഗറ്റീവ് ആകുന്നത് നമ്മുടെ 0ക്ക് മാത്രമേ അതിന് സാധിക്കൂ. അപ്പോൾ നമ്മളിവിടെ 0 എന്ന് കൊടുക്കാം. 0ക്ക് അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ 0 തന്നെയാണ് അല്ലേ. അപ്പോൾ അവിടെ 0 കൊടുക്കാം. അപ്പോൾ എല്ലാറ്റിൻ്റെ ആൻസർ കിട്ടിയല്ലോ. ദ റേഷണൽ നമ്പർ ദാറ്റ് ഡസ് നോട്ട് ഹാവ് എ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 0 ആണ് ആൻസർ. ദ റേഷണൽ നമ്പേഴ്സ് ദാറ്റ് ആർ ഈക്വൽ ടു ദെയർ റെസിപ്രോക്കൽസ് എന്ന് പറഞ്ഞാൽ 1 ആൻഡ് -1 ആണ്. ദ റേഷണൽ നമ്പേഴ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇറ്റ്സ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ 0. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. 0 ഹാസ് ഡാഷ് റെസിപ്രോക്കൽ, നോ റെസിപ്രോക്കൽ. ഓക്കെ. ദ നമ്പേഴ്സ് ഡാഷ് ആൻഡ് ഡാഷ് ആർ ദെയർ ഓൺ റെസിപ്രോക്കൽസ്. അപ്പോൾ ചെയ്തല്ലോ നമ്മൾ അല്ലേ. 1 ആൻഡ് -1 ചെയ്ത് കാണിച്ചു തന്നല്ലോ ഞാൻ. പിന്നെ ദ റെസിപ്രോക്കൽ ഓഫ് -5 ഈസ്, റെസിപ്രോക്കൽ ആണോ ചോദിച്ചത്, സൈൻ മാറ്റി എഴുതാനൊന്നും ആരും പോകണ്ട. എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവും ഇപ്പോൾ +5 എഴുതി കൊടുത്താൽ മതിയില്ലേന്ന്. അല്ല, റെസിപ്രോക്കലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ -5ൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ ഇത് തിരിച്ചെഴുതണം. 1/-5 അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുമ്പോൾ -1/5 എന്ന് എഴുതാം. അതാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത് കേട്ടോ, -1/5. ഓക്കെ. ഇനി അടുത്തത് റെസിപ്രോക്കൽ ഓഫ് 1/x വെയർ x ഈസ് നോട്ട് ഈക്വൽസ് ടു 0. അപ്പോൾ നമുക്ക് 1/xൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ x/1 ആണ്. x/1 എന്ന് പറഞ്ഞാൽ x തന്നെയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ x എന്ന് എഴുതി കൊടുക്കാം. ദ പ്രോഡക്റ്റ് ഓഫ് 2 റേഷണൽ നമ്പേഴ്സ് ഈസ് ഓൾവേസ് എ റേഷണൽ നമ്പർ. റേഷണൽ നമ്പർ 2 റേഷണൽ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ റേഷണൽ നമ്പർ തന്നെയാണ് ആൻസർ കിട്ടുന്നത് അല്ലേ. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്ലോഷർ പ്രോപ്പർട്ടി ഒക്കെ പഠിക്കുന്നിടത്ത് നമ്മൾ പഠിച്ചതാണ്. അതൊക്കെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിലുണ്ട്. എല്ലാവരും ഇവിടെ ഡൗട്ട് വരുന്നവരുണ്ടെങ്കിൽ അവിടെ പോയി കാണണം. എല്ലാവരും ആദ്യം കണ്ടിട്ടിരിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ അഥവാ കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ പോയി കാണണേ. ദ റെസിപ്രോക്കൽ ഓഫ് എ പോസിറ്റീവ് റേഷണൽ നമ്പർ ഈസ്. അപ്പോൾ എന്താ, പോസിറ്റീവ് റേഷണൽ നമ്പറിൻ്റെ റെസിപ്രോക്കൽ പോസിറ്റീവ് തന്നെ ആയിരിക്കും. ഓക്കെ, പോസിറ്റീവ്. നെഗറ്റീവ് റേഷണൽ നമ്പറിൻ്റെ റെസിപ്രോക്കൽ നെഗറ്റീവ് ആയിരിക്കും. എന്താ സംഗതി, 1/2ൻ്റെ റെസിപ്രോക്കൽ 2/1 ആണ്. പോസിറ്റീവ് തന്നെ കിട്ടിയത് രണ്ടും. -1/2ൻ്റെ റെസിപ്രോക്കൽ ആണെങ്കിൽ -2/1 ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ മൈനസ് ആയിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള നമ്പറാണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കലും നെഗറ്റീവായിരിക്കും. പോസിറ്റീവായിട്ടുള്ള നമ്പറാണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കലും പോസിറ്റീവായിരിക്കും. സെക്കൻഡ് എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇവിടെ നോക്കൂ, റെപ്രസെൻറ്റ് ദീസ് നമ്പേഴ്സ് ഓൺ ദ നമ്പർ ലൈൻ. നമ്പർ ലൈനിൽ 7/4ഉം -5/6ഉം റെപ്രസെൻറ്റ് ചെയ്യണം. ആദ്യം നമുക്ക് 7/4 എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു നമ്പർ ലൈൻ വരയ്ക്കണം. നമ്പർ ലൈൻ ഞാൻ ഇൻട്രഡക്ഷനിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളതൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇവിടെ ഞാൻ നമ്പർ ലൈനിൻ്റെ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്.
ഇത് ഒറിജിനാണ്. റൈറ്റ് സൈഡിലോട്ട് പോസിറ്റീവ് നമ്പേഴ്സും ലെഫ്റ്റ് സൈഡിലോട്ട് നെഗറ്റീവ് നമ്പേഴ്സും ആണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ 7/4 എന്ന് പറയുമ്പോൾ അതൊരു റേഷണൽ നമ്പറാണ് അല്ലേ. ഈ 7/4നെ നമുക്ക് നമ്പർ ലൈനിൽ കാണിക്കണം. അപ്പോൾ ഇത് 7/4 പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് 0 മുതൽ മാർക്കിങ് തുടങ്ങാം. 0, 1, 2, 3. നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ ആവശ്യം നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ ഇതിനെ 4 പീസസ് ആയിട്ട് ഓരോ സെക്ഷനെ നമ്മൾ കട്ട് ചെയ്യണം. അതായത് നമുക്ക് ഡിനോമിനേറ്റർ എത്രയാണോ വന്നിട്ടുള്ളത് അത്രയും ഭാഗങ്ങളായി ഓരോ പാർട്ടിനെ നമ്മൾ മാറ്റണം. ഇവിടെ ഇപ്പോൾ 0 മുതൽ 1 വരെ ഉള്ളതിനെ നമ്മൾ 4 പീസായിട്ട് കട്ട് ചെയ്യണം. 1 മുതൽ 2 വരെ ഉള്ളതിനെ കട്ട് ചെയ്യണം. 2 മുതൽ 3 വരെ ഉള്ളതിനെ കട്ട് ചെയ്യണം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കേട്ടോ. ഇനി കൂടുതൽ നമ്പേഴ്സ് വേണ്ടി വരുന്നെങ്കിൽ നമ്മൾ വീണ്ടും നമ്പേഴ്സ് എഴുതണമായിരുന്നു. പക്ഷെ നമുക്കിപ്പോൾ ഇവിടെ ഇത്രയും മതിയാവും. അതുകൊണ്ടാണ് ഇത്ര എഴുതിയിട്ടുള്ളത് കേട്ടോ. 0 മുതൽ 1 വരെ ഉള്ളതിനെ 4 പീസസ് ആയിട്ട് കട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ 1 പീസായി, 2 പീസായി, 3 പീസായി, 4 പീസായി അല്ലേ. 4 പീസസ് ആയില്ലേ. അപ്പോൾ ഇത് അതുപോലെ ഇവിടെ നിന്ന് 1 മുതൽ 2 വരെ ഉള്ളതിന് നമുക്ക് അതുപോലെ 4 പീസസ് ആയിട്ട് കട്ട് ചെയ്യാം. 1 പീസ്, 2 പീസ്, 3 പീസ്, 4 പീസ്. അതുപോലെ ഇപ്പുറത്തോട്ട് ആവശ്യമുണ്ടെങ്കിൽ കട്ട് ചെയ്യാം നമുക്ക്. അപ്പോൾ 2 മുതൽ 3 വരെ ഉള്ളതിനെ 1, 2, 3, 4 പീസസ് ആക്കി. ഓക്കെ. ഇനി നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ ഈ 7/4നെ ഓരോന്നായിട്ട് ഇവിടെ നമുക്ക് കൊടുക്കാം. ഇവിടെ നമുക്ക് ആദ്യം തന്നെ 0 കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് 1/4 എന്ന് എഴുതാം. ഇവിടെ 2/4 എന്ന് എഴുതാം. ഇവിടെ 3/4 എഴുതാം. ഇവിടെ 4/4, 5/4, 6/4, 7/4 ഇത്രയാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഇനി ഇവിടെ വരുന്നത് 8/4 ആയിരിക്കും. ഇങ്ങോട്ട് 9/4, 10/4, 11/4 അങ്ങനെ പോകും. നമുക്കിപ്പോൾ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് 7/4 ആയതുകൊണ്ട് 7/4 വരുന്നവരെ ചെയ്താൽ മതി. എന്നിട്ട് അതിനെ നമുക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ 7/4. മനസ്സിലായല്ലോ എല്ലാവർക്കും എങ്ങനെയാണ് നമ്മൾ നമ്പർ പ്ലോട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഈ നമ്പർ ഏകദേശം എവിടെ വരും എന്നൊക്കെ നോക്കാനായിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ട്. ഇതിപ്പോൾ 7/4 എന്ന് പറയുമ്പോൾ നമ്മുടെ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാളും വലുതാണ് അല്ലേ. അതായത് ഇതൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. ഇംപ്രോപ്പർ ഫ്രാക്ഷനെ നമുക്കൊന്ന് മിക്സ് ഫ്രാക്ഷൻ ആക്കി മാറ്റാം. അതിന് നമുക്ക് 7/4 ഇതൊന്നും നിർബന്ധമുള്ള കാര്യമല്ല. ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരുന്നേ ഉള്ളൂ. കാരണം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആയി. കുറച്ചുകൂടി നിങ്ങൾക്ക് ഈ കാര്യത്തിനെ കുറിച്ച് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇതും കൂടെ പറയുന്നത്. 7ൽ 4 1 ടൈം, 1 4 is 4, 7 - 4 is 3. ഇങ്ങനെ കിട്ടിയില്ലേ. ഇനി ഇതിനെ നമുക്ക് മിക്സ് ഫ്രാക്ഷൻ ആയിട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? നമ്മുടെ കോഷ്യന്റിന് നമുക്ക് ആദ്യം എഴുതി കൊടുക്കാം. റിമൈൻഡർ എഴുതി എന്നിട്ട് നമുക്ക് ഈ 4 ഇവിടെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ 1 3/4 എന്ന് കിട്ടി. ഇതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ 1 കഴിഞ്ഞിട്ട്, അതായത് ഇവിടെ ആയിരുന്നല്ലോ 1 ഉണ്ടായിരുന്നത്, നമ്മളിവിടെ അങ്ങനെ ഡിവൈഡ് ചെയ്തതല്ലേ, ഇതല്ലേ റിയൽ 1 ഉള്ളത്. 1 കഴിഞ്ഞിട്ടായിരിക്കും ഈ നമ്പർ ഉള്ളത്. 2വിനടക്കായിട്ട് 2 ഇവിടെയാണ് അല്ലേ. ഇതാണ് നമ്മുടെ 2, ഇതാണ് 1. അപ്പോൾ 1 കഴിഞ്ഞിട്ട് 1 ഒരു ഫുള്ളായിട്ട് തന്നെ 1 എന്ന യൂണിറ്റ് കഴിയണം. എന്നിട്ട് 2വിനടക്കായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഏകദേശം ഒരു ഐഡിയ കിട്ടി. എന്നിട്ട് നമുക്ക് നമ്പർ ലൈന് ഇങ്ങനെ വരക്കാം. ഇങ്ങനെ ഒരു മെത്തേഡ് ഉണ്ടെന്ന് പറയുകയാണ് കേട്ടോ. 0 മുതൽ 1, 2 മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മളിവിടെ 4 പീസസ് ആയിട്ട് 1 2 3 4 ആയി. 1 2 3 4 ആയി. നമുക്ക് കിട്ടിയിട്ടുള്ളത് 1 3/4 ആണല്ലോ. അപ്പോൾ 1 കഴിഞ്ഞിട്ട് ഇവിടുന്ന് മുതൽ മാർക്കിങ് തുടങ്ങാം. 1/4, 2/4, 3/4 അങ്ങനെ പോകും. അപ്പോൾ നമ്മുടെ ഈ 3/4 ഇവിടെ കിട്ടിയില്ലേ. 3/4 കിട്ടിയ പൊസിഷനിലാണ് നമ്മുടെ 7/4 എന്ന് പറയാം. 7/4നെ നമ്മൾ മിക്സ് ഫ്രാക്ഷൻ ആക്കി എഴുതിയപ്പോൾ 1 കഴിഞ്ഞിട്ട് 3/4 വരുന്ന സ്ഥലത്താണ് നമുക്ക് 7/4 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും ഇത് കൺഫ്യൂസ്ഡ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഞാൻ ചെയ്ത മെത്തേഡ് തന്നെ ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനെ ഒരു മെത്തേഡ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതുള്ളത് കൊണ്ടാണ് ഞാൻ ഇതും കൂടെ പറഞ്ഞു തന്നത്. അപ്പോൾ നമുക്ക് 1 3/4 ആണ്. 1 3/4 ഇവിടെ കിട്ടി. അതാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കണം. ഇനിയിപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ എന്തായാലും ചോദിക്കണം. അപ്പോൾ വീണ്ടും പറഞ്ഞു തരാം കേട്ടോ.
ഇനി അടുത്തത് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ അടുത്ത് എന്തായിരുന്നു? -5/6 ആണ്. മൈനസ് നമ്പറാണ് അല്ലേ? മൈനസ് നമ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് സീറോയുടെ ഇപ്പുറത്തോട്ടാണ് അല്ലേ? ലെഫ്റ്റ് സൈഡിലോട്ടാണ് വരുന്നത്. 0 മാർക്ക് ചെയ്ത് കൊടുക്കാം. കുറച്ച് കൂടുതൽ ഡിസ്റ്റൻസിൽ ഞാനിവിടെ ഡോട്ട് ഇടുന്നേ ഉള്ളൂ. കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ 0 മുതൽ -1 വരെ ഇങ്ങോട്ട് വരുന്നത് +1, ഇപ്പുറത്തോട്ട് വരുന്നത് -1. ഇതിന് നമ്മൾ എത്ര പീസായിട്ട് കട്ട് ചെയ്യണം? 6 പീസസ് ആക്കണം അല്ലേ? 1 2 3 4 5 6 പീസസ് ആയില്ലേ? ഇപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് മുതൽ തുടങ്ങാം. -1/6, -2/6, -3/6, -4/6, -5/6. ഇവിടെ എത്തുമ്പോൾ -6/6 ആവും. 6ഉം 6ഉം കട്ട് ചെയ്യുമ്പോൾ നമുക്ക് -1 കിട്ടും. ഇത് കണ്ടില്ലേ? -1ന്റെ പൊസിഷൻ അല്ലേ ഇത്? അപ്പോൾ അങ്ങോട്ട് എത്തുമ്പോൾ നമുക്ക് -1 കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്തു നമ്മൾ. നമുക്ക് വേണ്ടത് -5/6 ആണ്. ഇതാണ് നമ്മുടെ റിക്വേർഡ് പോയിന്റ്. ഓക്കെ, കണ്ടില്ലേ? -5/6. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ കൂട്ടുകാരെ? എല്ലാവർക്കും മനസ്സിലായല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇവിടെ നോക്കൂ, ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? റെപ്രസെന്റ് -2/11, -5/11, -9/11 ഓൺ എ നമ്പർ ലൈൻ. ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് എന്താ? നെഗറ്റീവ് നമ്പേഴ്സ് ആണ് അല്ലേ? 0 കഴിഞ്ഞിട്ട് കുറച്ച് കൂടുതൽ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാനിവിടെ -1 കൊടുക്കുന്നത്. നമുക്ക് 11 പീസസ് ആയിട്ട് ഇതിനെ കട്ട് ചെയ്യാനുള്ളതാണല്ലോ. അപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ അങ്ങനെ കൺജസ്റ്റഡ് ആയ പോലെ തോന്നില്ലല്ലോ, അതിന് വേണ്ടിയാണ് ഇത്രയും ഗ്യാപ്പ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിനെ 11 പീസസ് ആയിട്ട് കട്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 പീസസ് ആയി അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവരെ ഇതുപോലെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ -1/11, -2/11, -3/11, -4/11, -5/11, -6/11, -7/11, -8/11, -9/11, -10/11, and here -11/11. ഓക്കെ, ഇപ്പൊ നമുക്ക് ആവശ്യമുള്ള എല്ലാ സൊല്യൂഷനും ആയോ നോക്കിയേ. ഞാൻ -2/11 ഇതാണല്ലോ നമ്മുടെ റിക്വയർഡ് സൊല്യൂഷൻ. ഇതൊന്നും അങ്ങനെ നമുക്ക് സർക്കിൾ ചെയ്ത് കൊടുക്കാം. -5/11 ഇതാണ് അല്ലേ? -5/11 മാർക്ക് ചെയ്തു. അടുത്തത് -9/11 ആണ്. ആദ്യത്തെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഓക്കെ, മനസ്സിലായല്ലോ എല്ലാവർക്കും? ഡൗട്ട് ഒന്നുമില്ലല്ലോ? അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് 5 റേഷണൽ നമ്പേഴ്സ് വിച്ച് ആർ സ്മോളർ ദാൻ 2. 2വിനേക്കാൾ ചെറിയ 5 റേഷണൽ നമ്പേഴ്സ് എഴുതാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് നമുക്ക് ഒന്ന് നമ്പർ ലൈൻ നോക്കാം. നമ്പർ ലൈനിൽ 2വിനേക്കാൾ ചെറുതായിട്ട് വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് 0 ആണ്, ഇവിടെ 1, ഇവിടെ 2. 2വിനേക്കാൾ ചെറുത് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ടായിരിക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ കൂടുതൽ നമ്പേഴ്സ് അങ്ങോട്ട് മാർക്ക് ചെയ്യുന്നില്ല. ഇവിടെ -1, -2, -3, -4 ഇങ്ങനെ എഴുതി കൊടുത്തേ. ഇനി 2വിനേക്കാൾ ചെറുത്, 2വിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള നമ്പേഴ്സ് നമുക്ക് എഴുതി കൊടുക്കാം. അതേതൊക്കെയാ? 1 0, -1, -2, -3. നമ്മുടെ അടുത്ത് 5 നമ്പേഴ്സ് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ റിക്വയർഡ് സൊല്യൂഷൻ. നമ്മുടെ അടുത്ത് എത്ര നമ്പേഴ്സ് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റും. ഇവിടെ നമ്മുടെ അടുത്ത് 5 റേഷണൽ നമ്പേഴ്സേ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത്ര ഈസി ആയിരിക്കും എന്ന് വിചാരിച്ചില്ല അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് 10 റേഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ -2/5 ആൻഡ് 1/2. ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം നമുക്ക്. 2 റേഷണൽ നമ്പേഴ്സിൻ്റെ ഇടയ്ക്ക് ഇൻഫിനിറ്റ്ലി മെനി റേഷണൽ നമ്പേഴ്സ് ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എത്ര വേണമെങ്കിലും കണ്ടുപിടിക്കാം. അപ്പം നമുക്കിവിടെ എന്ത് നോക്കാം? -2/5 ഇവിടെ എഴുതി കൊടുത്തു. അതുപോലെ തന്നെ 1/2ഉം എഴുതി. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ ഒന്ന് സെയിം ആക്കി കൊടുക്കാം നമുക്ക്. അതിനുവേണ്ടി നമ്മൾ 5ൻ്റെയും 2വിൻ്റെ LCM കണ്ടുപിടിക്കണം. ഇത് 5ഉം 2ഉം ആയതുകൊണ്ട് നമുക്ക് 5 × 2 10 എന്ന് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ട, ഒന്ന് കണ്ടോളൂ എന്താ ചെയ്തതെന്ന്. 2 ആയിട്ട് നമുക്കൊന്ന് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഈ 5 അതുപോലെ തന്നെ എഴുതി. 2ൽ 2 1 ടൈം അത് എഴുതി. ഇനി 5 ആയിട്ട് ചെയ്യാം. 5ൽ 5 1 ടൈം, ഈ 1 അങ്ങോട്ട് തന്നെ എഴുതി. ഇനി നമുക്ക് ഇവിടെ ഉള്ള നമ്പേഴ്സ് തമ്മിലൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം.
2 ഇൻറ്റു 5 10. അതാണ് ഇതിൻ്റെ LCM. ഇങ്ങനെയാണ് നമ്മൾ എല്ലാ നമ്പേഴ്സിൻ്റെ LCM കണ്ടുപിടിക്കുന്നത്. പക്ഷേ ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഡിവിഷനൊന്നും സാധ്യമാവാത്ത നമ്പറുകളാകുമ്പോൾ രണ്ട് നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ എഴുതിയാൽ മതി കേട്ടോ. ഇനി എന്താ നമുക്ക് വേണ്ടത്? ഈ 10 ആക്കണം ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിനോമിനേറ്റേഴ്സ്. അപ്പോൾ ഈ 5നെ 10 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇൻറ്റു 2 കൊടുത്താൽ മതി അല്ലേ? ഇവിടെ ഒരു നമ്പറായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ സെയിം നമ്പറായിട്ട് ന്യൂമറേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. എങ്ങനെ നമുക്ക് 2നെ 10 ആക്കാൻ പറ്റും? ഇൻറ്റു 5 ചെയ്താൽ പോരെ? അപ്പോൾ അതുപോലെ തന്നെ ന്യൂമറേറ്ററിനെയും 5ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ ആൻസർ എഴുതി നോക്കാം. -4/10 ആൻഡ് 5/10 ആണുള്ളത്. നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഫൈൻഡ് 10 റേഷണൽ നമ്പേഴ്സ് എന്നാണ്. 10 റേഷണൽ നമ്പേഴ്സ് ഇതിനിടയിൽ നമുക്ക് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് അതൊന്നും ഇവിടെ എഴുതി നോക്കാം. -4/10, പിന്നെ നമുക്ക് -3/10 ഉണ്ടാവും, -2/10, -1/10, പിന്നെ 0, അത് കഴിഞ്ഞു 1/10, 2/10, 3/10, 4/10, 5/10. ഇത്രയും റേഷണൽ നമ്പേഴ്സ് ഈ രണ്ടെണ്ണത്തിൻ്റെ നടുവിലായിട്ട് നമുക്കിപ്പോൾ കിട്ടി. നമ്മുടെ അടുത്ത് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 10 റേഷണൽ നമ്പേഴ്സ് വേണമെന്നാണ് അല്ലേ? അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8 കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് വേണം? ഒരു സ്റ്റെപ്പ് കൂടെ നമ്മൾ ചെയ്യാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതിനെ രണ്ടിനെ നമുക്കൊന്ന് ഡബിൾ ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ചെയ്ത് കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ മെത്തേഡ്. അപ്പോൾ ഇത്രയും പോലെ നമുക്ക് 10 നമ്പേഴ്സ് കിട്ടാനായിട്ട്. അപ്പോൾ നമുക്ക് എന്ത് വേണം? അതിനേക്കാൾ കൂടുതൽ കിട്ടാനായിട്ട് ഡിനോമിനേറ്ററിനെ ഒന്നുകൂടെ വലുതാക്കി കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ ഡിനോമിനേറ്ററിനെ ഒന്ന് 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ 2 ആയിട്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു, ഒപ്പം ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് എത്ര കിട്ടിയത്? -4 ഇൻറ്റു 2 ഈസ് -8, /10 ഇൻറ്റു 2 ഈസ് 20, 5 ഇൻറ്റു 2 ഈസ് 10, ആൻഡ് 10 ഇൻറ്റു 2 ഈസ് 20. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലായിട്ട് നമുക്ക് 10 റേഷണൽ നമ്പേഴ്സ് കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അതിവിടെ എഴുതി കൊടുക്കാം. -8/20. അത് കഴിഞ്ഞിട്ട് ഈ നമ്പർ എത്തുന്ന വരെ വേണം കേട്ടോ. ഇവിടെ ഞാൻ 10/20 എന്ന് എഴുതി. -8/20 കഴിഞ്ഞാൽ -7/20, -6/20, -5/20, -4/20, -3/20, -2/20, -1/20, 0, then 1/20, 2/20, 3/20, 4/20, 5/20 and so on. 10/20 വരെ നമുക്ക് എഴുതാം അല്ലേ? നമുക്കാകെ 10 നമ്പേഴ്സാണ് വേണ്ടു. അപ്പോൾ നമുക്ക് ഇതുമല്ലാത്ത 10 നമ്പേഴ്സ് എഴുതാം. അതേ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13 ഉണ്ട് ഇവിടെ. ഇതിൽ നിന്ന് ഏതെങ്കിലും 10 നമ്പേഴ്സ് എഴുതി കൊടുത്താൽ നമ്മുടെ ആൻസറായി. എല്ലാവർക്കും മനസ്സിലായല്ലോ? നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഡിനോമിനേറ്ററിനെ വലുതാക്കി കൊണ്ടുവരാം. രണ്ടിനെ ഒരുപോലെ ട്രീറ്റ് ചെയ്യണം. ഒരെണ്ണത്തിന് 2 ആയിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ അടുത്തതിന് 2 ആയിട്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്ക് തോന്നിയത് 5 ആയിട്ടാണോ? 5 ആയിട്ട് ചെയ്യാം. നമുക്ക് തോന്നുന്നത് 10 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനാണോ? അങ്ങനെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഏത് നമ്പറായിട്ടാണോ ചെയ്യുന്നത് എല്ലായിടത്തും ആ നമ്പർ തന്നെ ചെയ്യണം. നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ റേഷണൽ നമ്പേഴ്സ് എത്ര എണ്ണം വേണമെന്നാണോ ചോദിച്ചിട്ടുള്ളത് അത്രയും നമ്മൾ എഴുതി കൊടുത്താൽ മതി ആൻസറായിട്ട്. നിങ്ങൾക്ക് കിട്ടുന്ന സെയിം ആൻസർ തന്നെ ആയിരിക്കണം നിങ്ങളുടെ ഫ്രണ്ട്സിനെന്നോ നിങ്ങളുടെ ടീച്ചർ ബോർഡിൽ എഴുതിയതെന്നോ ഒന്നും പറയാൻ പറ്റില്ല. കാരണം അവർ ഏത് നമ്പറായിട്ടാണോ മൾട്ടിപ്ലൈ ചെയ്തത് അതിനനുസരിച്ചായിരിക്കും അവരുടെ ആൻസർ. അപ്പം ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് 5 റേഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് 2/3 and 4/5 തന്നിട്ടുണ്ട്, -3/2 and 5/3 തന്നിട്ടുണ്ട്, 1/4 and 1/2 തന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താ? പ്രത്യേകിച്ച് ഒന്നുമില്ല. 2/3യുടെയും 4/5ൻ്റെയും ഇടയ്ക്കുള്ള 5 റേഷണൽ നമ്പേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് 3യുടെയും 5ൻ്റെ LCM നോക്കാം. ഞാൻ പറഞ്ഞില്ലേ 3യും 5ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് LCM 15 എന്ന് കിട്ടും.
ഇനി നമുക്ക് 2/3 ഇവിടെ എഴുതി, 4/5 എഴുതിയിട്ടുണ്ട്. ഇനി ഇതിനെ രണ്ടിനെയും ഡിനോമിനേറ്റർ 15 എന്നാക്കണം. 3നെ 5 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 15 കിട്ടും. അപ്പോൾ ഇവിടെയും 5 ആയിട്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. 5നെ 3 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 15 കിട്ടും. അപ്പോൾ ഇവിടെ 3 ആയിട്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി 2 × 5 10 ആണ്. 3 × 5 15 ആണ്. 4 × 3 12, 5 × 3 15. ഇതിന് രണ്ടിനും ഇടയിൽ നമുക്ക് 5 റേഷണൽ നമ്പേഴ്സ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഇവിടെ നമുക്ക് ഇതിനിടയ്ക്ക് റേഷണൽ നമ്പേഴ്സ് എഴുതി കൊടുത്താൽ 10/15 ഉണ്ട്, അത് കഴിഞ്ഞിട്ട് 11/15, പിന്നെ 12/15. അപ്പോൾ റേഷണൽ നമ്പേഴ്സ് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ആകെ 1 മാത്രമേ കിട്ടിയത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇതിനൊന്ന് ഡബിൾ ആക്കി കൊടുക്കാം നമുക്ക്. അപ്പോൾ 15നെ 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടെ 2 ആയിട്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ അങ്ങനെ തന്നെ ചെയ്തു. ഇനി 10 × 2 എന്ന് പറയുമ്പോൾ 20 ആണ്. 15 × 2 30 ആണ്. 12 × 2 24, 15 × 2 30. ഇത്രയും കിട്ടിയാലോ. ഇനി ഇതിനിടയ്ക്ക് കിട്ടുന്നുണ്ടോ നമുക്ക് 5 റേഷണൽ നമ്പേഴ്സ്? നോക്കൂ, 20/30, 21/30, 22/30, 23/30, 24/30. എത്ര എണ്ണ കിട്ടിയത്? 1 2 3. അപ്പോൾ നമുക്ക് ഇതും പറ്റില്ല അല്ലേ? ഇതിനെ ഡബിളാക്കി കഴിഞ്ഞാലും പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യായിരുന്നു ഇതിനെ? നമുക്ക് ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് പകരം നമുക്ക് 10 ആയിട്ട് ഒന്നാണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 5 ആയാലും കിട്ടും കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് 10 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ 10 എടുത്തത് കേട്ടോ. 15 × 10, 12 × 10, 15 × 10. അപ്പോൾ എത്രയാണ് നമുക്ക് കിട്ടിയത്? 10 × 10 100 ആണ്. ബൈ 150. 12 × 10 120 ബൈ 150. ഇനി നമുക്ക് ഇതിനിടയ്ക്ക് എത്ര വേണമെങ്കിലും കിട്ടും അല്ലേ? അപ്പോൾ 100/150, അത് കഴിഞ്ഞിട്ട് 101/150, 102/150, 103/150, 104/150, 105/150, and so on. ലാസ്റ്റ് നമുക്ക് 120/150 എഴുതുന്നവരെ നമുക്ക് എഴുതി പോവാം. നമുക്ക് ആകെ ഇവിടെ 5 നമ്പേഴ്സ് വേണ്ടു. ഇതും വേണ്ട, ഇതും വേണ്ട. ഇതിനിടയ്ക്ക് വന്നൊരു 5 റേഷണൽ നമ്പേഴ്സ് നമുക്ക് എഴുതി കൊടുക്കാം. ഇത്രയും നമ്മൾ എഴുതി കൊടുത്താൽ നമ്മുടെ ആൻസറായി. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരുന്നു? 101/150, 102/150, 103/150, 104/150, 105/150. ഇനി എത്ര വേണമെങ്കിലും ഉണ്ട് നമുക്ക്. അപ്പോൾ -3/2ൻ്റെയും 5/3യുടെയും ഇൻ ബിറ്റ്വീനിലുള്ള 5 റേഷണൽ നമ്പേഴ്സാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 2ഉം 3യും കൂടി മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 6 കിട്ടി. അതാണ് ഇതിൻ്റെ LCM. അത് എഴുതി കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ 6 ആക്കണം നമുക്ക്. 2 × 3 6 ആണ്. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ ചെയ്തു. ഇവിടെ 3 × 2 ആണ് 6. അപ്പോൾ ഇവിടെ × 2 കൊടുത്തു. അപ്പോൾ നമുക്ക് കിട്ടിയത് -9/6 ഇവിടെയും കിട്ടി, 10/6 ഇവിടെയും കിട്ടി. ഇതിനിടയ്ക്ക് നമുക്ക് 10 റേഷണൽ നമ്പേഴ്സ് ഉണ്ടോ എന്നൊന്ന് നോക്കാം. -9/6 ഉണ്ട്. അതിന് ശേഷം -8/6, -7/6, -6/6, -5/6, -4/6, -3/6, -2/6, -1/6, 0, then 1/6, 2/6, 3/6, 4/6, 5/6, അങ്ങനെ വന്നിട്ട് 10/6 വരെ എത്തും അല്ലേ? അപ്പോൾ നമുക്ക് എത്രയാണ് വേണ്ടത്? 5 റേഷണൽ നമ്പേഴ്സ് അല്ലേ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ.
ഇതുമല്ല ഇതുമല്ലാതുള്ള ബാക്കി ഏതെങ്കിലും 5 റേഷണൽ നമ്പേഴ്സ് എഴുതി കൊടുത്താൽ മതി നമുക്ക് അല്ലേ. ഇതാണ് കൂട്ടുകാരെ ഇതിൻ്റെ സൊല്യൂഷൻ കേട്ടോ. നമുക്ക് ഇതിലത്തെ ഏതെങ്കിലും 5 നമ്പേഴ്സ് എഴുതി കൊടുക്കാം. അപ്പോൾ നമുക്ക് -8/6 -7/6 -5/6 എഴുതാം, -1/6 എഴുതാം, പിന്നെ ഒരു പോസിറ്റീവ് നമ്പർ എടുക്കട്ടെ, ഒരു 4/6 എഴുതാം. അപ്പോൾ ഇതാണ് കൂട്ടുകാരെ ഇതിൻ്റെ സൊല്യൂഷൻ. നമുക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും എഴുതാട്ടോ. ഇനിയിപ്പോൾ 5/6 കഴിഞ്ഞിട്ട് 6/6 7/6 ഒക്കെ ഉണ്ടല്ലോ. ഇതിൽ നിന്നൊക്കെ എടുത്ത് എഴുതണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാട്ടോ. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, നിങ്ങളുടെ ആൻസറും എൻ്റെ ആൻസറും ടീച്ചറുടെ ആൻസറും ഫ്രണ്ട്സിൻ്റെ ആൻസറും ഒക്കെ വേറെ വേറെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത് കേട്ടോ. നമ്മൾ ഏതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു, നമുക്ക് ഏതൊക്കെ റേഷണൽ നമ്പേഴ്സ് എടുക്കാൻ തോന്നി അത് നമുക്ക് എടുക്കാം കേട്ടോ. എന്നാൽ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ 1/4നും 1/2നും ഇടയ്ക്കുള്ള റേഷണൽ നമ്പേഴ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4ൻ്റെയും 2ൻ്റെ LCM നോക്കാം. ഇത് 4 × 2 8 ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് 4ഉം 2ഉം എഴുതിയിട്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. 4ൽ 2 2 ടൈംസ്, 2ൽ 2 1 ടൈം, ഇതിൽ 2 2 1 1. ഓക്കെ, 2 × 2 is 4. അപ്പോൾ ഇതിൻ്റെ LCM നമുക്ക് കിട്ടിയത് 4 ആണ്. ഇതിൻ്റെ ഇവിടെ നമുക്ക് ഡിനോമിനേറ്റർ മാറ്റേണ്ട ആവശ്യമില്ല, ഇവിടെ 4 തന്നെയാണ് ഉള്ളത്. ഇതിൻ്റെ ഡിനോമിനേറ്റർ നമുക്ക് 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ന്യൂമറേറ്ററും 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് 1/4നും 2/4നും ഇടയ്ക്കുള്ള 5 റേഷണൽ നമ്പേഴ്സാണ് വേണ്ടത്. 1/4ൻ്റെ 2/4ൻ്റെ ഇടയ്ക്ക് നമുക്കൊരു റേഷണൽ നമ്പർ കിട്ടാനില്ല. നമുക്കിതിനെ വേണമെങ്കിൽ 10 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 5 ആയിട്ടോ 2 ആയിട്ടോ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. എങ്ങനെയാണ് നമുക്ക് 5 റേഷണൽ നമ്പേഴ്സ് കിട്ടുന്നത് അത് നോക്കിയാൽ മതി കേട്ടോ. ഇവിടെ ഞാൻ 10 ആയിട്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്തു. 1 × 10 is 10, 4 × 10 is 40, ഇവിടെ 2 × 10 is 20 by 4 × 10 40. ഇനി ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ള റേഷണൽ നമ്പേഴ്സ് എഴുതാം നമുക്ക്. അപ്പോൾ 10/40 കഴിഞ്ഞാൽ 11/40, 12/40, 13/40, 14/40, 15/40, അങ്ങനെ പോയിട്ട് 20/40 വരെ വരും. നമുക്ക് 5 റേഷണൽ നമ്പേഴ്സാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. 1 2 3 4 5. ഇനിയുള്ളത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എഴുതിയാൽ മതി, ഇല്ലെങ്കിൽ എഴുതേണ്ട ആവശ്യമില്ല. ഇത് രണ്ടും അല്ലാതെ അതിനിടയ്ക്ക് വരുന്ന ഏത് റേഷണൽ നമ്പർ വേണമെങ്കിലും നമുക്ക് എഴുതി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? 11/40, 12/40, 13/40, 14/40, 15/40. ഇത്രയാണ് 1/4ൻ്റെയും 1/2ൻ്റെയും ഇൻ ബിറ്റ്വീനിൽ വരുന്ന 5 റേഷണൽ നമ്പേഴ്സ്. എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് 5 റേഷണൽ നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ -2. വീണ്ടും നമുക്ക് നമ്പർ ലൈൻ തന്നെ നോക്കാം. എന്നിട്ട് 0 കൊടുത്തു. ഇവിടെ ലെഫ്റ്റിലോട്ടായിട്ട് -1 -2 -3 കൊടുത്തു. ഇങ്ങോട്ട് നമ്മൾ 1 2 3 4 5 അങ്ങനെ നമ്പേഴ്സ് കൊടുത്തു. നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് -2വിനേക്കാൾ വലിയ നമ്പർ, ഗ്രേറ്റർ ആയിട്ടുള്ള 5 റേഷണൽ നമ്പേഴ്സ് എഴുതണമെന്നാണ്. -2വിൻ്റെ റൈറ്റിലോട്ട് വരുന്ന 5 നമ്പേഴ്സ് എഴുതി കൊടുക്കാം. -2 കഴിഞ്ഞിട്ട് -1 0 1 2 3 എല്ലാം ഇനി അങ്ങോട്ട് 4 5 6 ഏത് വേണമെങ്കിലും നമുക്ക് എഴുതാം. ഇവിടെ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് -2വിനേക്കാൾ വലിയ 5 റേഷണൽ നമ്പേഴ്സ് വേണമെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ എഴുതി. ഇതാണ് നമ്മുടെ റിക്വേർഡ് സൊല്യൂഷൻ. ഇത്രയും ഈസിയാണ് കേട്ടോ ഇതൊക്കെ എഴുതാനായിട്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് 10 റേഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 3/5 ആൻഡ് 3/4. നമുക്ക് എഴുതി നോക്കാം. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിനോമിനേറ്റർ സെയിം ആക്കണം. 5 × 4 20 ആണ്. 20 ആക്കണം നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ. അതിനായിട്ട് നമുക്ക് ഇതിനെ 5നെ 4 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 3നെയും 4 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 4നെ 5 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഈ 3നെ 5 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി 3 × 4 12 ആണ്, 5 × 4 20. ഇവിടെ അതുപോലെ തന്നെ 3 × 5 15 ആണ്, 4 × 5 20. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നോക്കാം. ഇതിനിടയ്ക്ക് നമുക്ക് 10 റേഷണൽ നമ്പേഴ്സ് വരുന്നുണ്ടോ? 12/20 കഴിഞ്ഞാൽ 13/20, 14/20, 15/20. 12/20യുടെയും 15/20യുടെയും ഇൻ ബിറ്റ്വീനിൽ നമുക്ക് കിട്ടിയത് 2 റേഷണൽ നമ്പേഴ്സ് മാത്രമാണ്. നമുക്ക് വേണ്ടത് 10 റേഷണൽ നമ്പേഴ്സാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യണം? ഇതിനെ നമുക്ക്
ഒന്ന് വലുതാക്കണം അല്ലേ? അതിനായിട്ട് നമുക്ക് ഈ രണ്ട് റേഷണൽ നമ്പേഴ്സിനെയും 10 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പോൾ നമുക്ക് 12 ഇൻറ്റു 10 120, 20 ഇൻറ്റു 10 200. ഇവിടെ 15 ഇൻറ്റു 10 150 ബൈ 200. ഇനി നമുക്ക് ഇഷ്ടം പോലെ കിട്ടുമല്ലോ. നമുക്ക് ആകെ 10 റേഷണൽ നമ്പേഴ്സേ വേണ്ടൂ. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. 120 ബൈ 200 കഴിഞ്ഞിട്ട് 121 ബൈ 200, 122 ബൈ 200, 123 ബൈ 200, 124 by 200, 125 by 200, 126 by 200, 127 by 200, 128 by 200, 129 by 200, 130 by 200. ഇനി നമുക്ക് എത്ര വേണമെങ്കിലും എഴുതാം. നമുക്ക് 10 നമ്പേഴ്സ് അല്ലേ വേണ്ടൂ. അപ്പോൾ നമുക്ക് നോക്കാം, ഇത് വേണ്ട. അതുപോലെ തന്നെ ലാസ്റ്റിൽ വരുന്ന 150 by 200 നമുക്ക് ആവശ്യമില്ല. അതിനിടയിൽ വരുന്ന ഏതെങ്കിലും 10 റേഷണൽ നമ്പേഴ്സ് എഴുതി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് 1 2 3 4 5 6 7 8 9 10 നമ്പേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഇത്രയും എഴുതി കൊടുത്തിട്ടാണ് നമ്മുടെ റിക്വയർഡ് സൊല്യൂഷൻ കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഞാനിപ്പോൾ ഇവിടെ ചെയ്ത സൊല്യൂഷൻ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്